ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ള വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, ആദ്യം ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് പാടി. ആകാശം മാറും, ഭൂതലവും മാറും, ആനന്ദക്കെ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വിശ്വസിക്കുന്നവരുടെ കരം ഉയർത്തി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം ദൈവവചനമായി നിൽക്കുവാൻ സ്വർഗ്ഗസ്ഥനായ പിതാവേ, എനിക്ക് അവസരം നൽകിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യോഗങ്ങൾ ക്രമീകരിച്ച ആദരണീയനായ ദേവദാസൻ, ഇവിടെയുള്ള ലോക്കൽ സഹോദരങ്ങൾ, എല്ലാവർക്കും ഹൃദയാംഗമായ സ്നേഹം, വന്ദനം, നന്ദി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 48 വർഷങ്ങൾ സുവിശേഷ വയലിൽ അധ്വാനിപ്പം സുഖത്തിൽ 47 വർഷങ്ങൾ മുടക്കേണ്ടയുടെ വയലുകളിൽ തന്നെ വാമൊഴിയായി മാത്രമല്ല മറുപടിയായി ദൈവവചനം അനേകരുടെ ഉള്ളങ്ങളിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഉൾപ്രേരണയെ തുടർന്ന് ചില രചനകൾ ആരംഭിച്ചു. മഹാദൈവത്തിന്റെ അളവറ്റ കൃപയാൽ മലയാളം, ഹിന്ദി ഭാഷകളിൽ ഇതിനോടകം 40ഓളം പുസ്തകങ്ങൾ രചിച്ചു. മിക്കതിൻ്റെയും ഒറ്റ കോപ്പി പോലും ലഭ്യമാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വെയിറ്റിന്റെ റെസ്ട്രിക്ഷൻ, കസ്റ്റംസിന്റെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ കരുതാറുണ്ട്. ആദ്യത്തെ 2 ദിവസം മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ, മിക്കവാറും തീർന്നു. എന്നാൽ 7 പുസ്തകങ്ങൾ, ഒരു പുസ്തകത്തിന്റെ 7 കോപ്പികൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളവർക്ക് യോഗം കഴിഞ്ഞ ശേഷം വാങ്ങാൻ ഞാനൊരു ക്രമീകരണം ചെയ്തിരുന്നു. ഓരോ പുസ്തകത്തിന്റെയും പിന്നിലും ദൈവാത്മാവിന്റെ പ്രേരണയുണ്ട്. ഇന്നലെ രാത്രി കഴിഞ്ഞ ഒരു ഹൈന്ദവ സഹോദരി, അവിടെ എപ്പോൾ വിശ്വാസിയാണ്, ഭർത്താവ് ഹിന്ദു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പലരും വന്ന കൂട്ടത്തിൽ പാസ്റ്ററെ, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കഴിഞ്ഞ വർഷം 2 വർഷമായപ്പോൾ ഒരാൾ പാസ്റ്റർ എൻ്റെ ഒരു പുസ്തകം എനിക്ക് തന്നു. അത് വായിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചതുകൊണ്ട് യോഗത്തിന് വരാൻ അനുവദിക്കും, പക്ഷെ വിശ്വാസം വന്നിട്ടില്ല, പ്രാർത്ഥിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് പൂനെയിൽ ഞാൻ യോഗത്തിന് നിന്നോളൂ. ഒരു സഹോദരൻ വിദൂരതയെന്നുണ്ട് എന്തിനാണ് ചോദിച്ചത്. പാസ്റ്ററെ കാണാനാണ്. ഞാനൊരു മാത്രം ക്രിസ്ത്യാനി, കുറിച്ച് വരയ്ക്കാൻ കിഴക്കോട്ട് തിരിയാനേ എനിക്കറിയാം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബന്ധുക്കാരൻ്റെ വീടായിരുന്നു. എടാ എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞ് ഒരു പുസ്തകം എടുത്ത് എറിഞ്ഞു. വേറെ ഒരു ജോലി എന്തായാലും ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് വായിച്ചു. മനസ്സാന്തരം ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന്. ഹാർട്ടിനകത്തോട്ട് കത്തി വാള വൈഡ് തുളച്ച് കയറി ഹാർട്ട് വെളിയിലെടുത്ത് ബ്ലഡ് ഓഫ് ജീസസ് കഴുകി ശുദ്ധീകരിച്ച് തിരിച്ചു വെച്ച് കുത്തിക്കെട്ടുന്ന പ്രക്രിയയാണെന്ന് ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. ആ ഇരിപ്പിലിരുന്ന് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നാൽ ഈ പുസ്തകത്തിന് ഒരു പശ്ചാത്തലമില്ല. 2 വർഷം അന്ധകാരത്തിന്റെ ശക്തിയുമായി മല്യുദ്ധം ചെയ്തു. വളരെ പോരാടി ഒലിക്കുന്ന കണ്ണുനീര് മാത്രം കമന്ന് കിടക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ധകാര ശക്തികൾ വലിയ ആക്രോശങ്ങൾ ഞാൻ കേട്ടു. അതേ തുടർന്ന് ദൈവം അത്ഭുതമായി വിടുതലാൽ സ്വർഗീയ രാജ്യത്തിലെ തേജസ്സുകളൊക്കെ എന്നെ കാണിച്ചു. അങ്ങനെ ആത്മീയമായി വളരെ അത്ഭുതം വന്നപ്പോൾ എഴുതുന്ന ഒരു പുസ്തകം, ആത്മീയ പോരാട്ടം അനുഭവങ്ങൾ എഴുതണം. ആരോട് മനസ്സിൽ പറയും. 2 ആഴ്ച ആരോട് ലോകം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കവേ എറണാകുളത്ത് മാമംഗലം എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ എതിർച്ചയാവാറുണ്ട്. എനിക്ക് ഒരു വലിയൊരു പക്ഷേ എൻ്റെ ഒരു ബന്ധുവിന്റെ സ്വന്തക്കാരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവരുടെ നിർബന്ധം ജോലി ഭാഷ ഞങ്ങൾക്കൊന്ന് കാണണം. അങ്ങനെ ഞാൻ നിർബന്ധസ്ഥലം താമസിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൽ പ്രവചനമായിട്ടുള്ള ദൈവദാസിമാർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു?
ദൈവാത്മാവ് പറഞ്ഞു. ദൈവാത്മാവ് കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ കണ്ടു ഒരു പ്രവചനപരമായ ഒരു അന്നേരം എനിക്ക് അറിയില്ല. എന്നാൽ ആ പുസ്തകത്തിന് പേര് പറയാനുണ്ട്. ഒന്നുകൂടെ കണ്ണടച്ചിട്ട് പറഞ്ഞു, ആദ്യ വരി ആത്മീയ പോരാട്ടത്തെ കുറിച്ചാണ്, രണ്ടാമത്തെ വരി പാസ്റ്റർ കടന്നുപോയ അനുഭവമാണ്. ഞാൻ ഞെട്ടിപ്പോയി. എഴുതു ആത്മീയ പോരാട്ടവും അനുഭവങ്ങളും. ഇങ്ങനെ 2 ആഴ്ച മുടങ്ങിയ ശബ്ദം ഭൂതലത്തിൽ ഒരു വ്യക്തിയോട് പറഞ്ഞില്ലെങ്കിലും ദൈവാത്മാവിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ ഇറക്കി, 2ാമത് ഇറക്കി, 3ാമത് ഇറക്കി. ലേറ്റസ്റ്റ് പദത്തിന്റെ അത് കൊണ്ടുപോകുന്നത് 25 കൊണ്ടുവന്ന 18 തോന്നുപോയി 7 കോപ്പിയേ ഉള്ളൂ. യോഗം കഴിയുമ്പോൾ ആ ഒരു ഒറ്റ പുസ്തകം ഇനി ശേഷിച്ചുള്ളൂ, 7 കോപ്പിയേ ഉള്ളൂ. മലയാള ഭാഷ പഠിക്കാൻ അറിയാവുന്നവർക്ക് അത് പോയി വാങ്ങിക്കാം, മറ്റുള്ളവർക്ക് ഇപ്പോഴില്ല. കുമ്പനാട്ടോ കേരളത്തിലോ ഒക്കെ ചിലപ്പോൾ അതിന്റെ കോപ്പികൾ അവിടെ കാണാൻ വളരെ സാധ്യത കുറവാണ്. ഡൽഹിയിൽ എൻ്റെ പക്കലേ ഉള്ളൂ. വായിച്ചോ മറ്റുള്ളവർക്കും വായിക്കാൻ കൊടുക്കാം. അത് പ്രയോജനം. ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്ത പ്രകാരം പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവെങ്കിൽ പറഞ്ഞു നമ്മുടെ ശ്രദ്ധ മുഴുവൻ കർത്താവിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ബൈബിൾ തുറക്കാം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 34-ാം വാക്യം. Proverbs 14:34. All children must listen. I may ask the question. You have to answer what I wish. Okay? Every child, boys and girls, teenagers must listen and look to the Bible. I will say a reference in English also, and you may have to give me answer if I ask you some question. All right. Proverbs 14:34, please. English Bible. Righteousness exalts a nation, but sin is disgraceful to the people. Righteousness exalts a nation. Sin is a reproach. എല്ലാവരും ചേർന്ന് പറയൂ, നീതി ജാതിയെ ഉയർത്തുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു. പാപമോ വംശങ്ങൾക്ക് അപമാനം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ രാത്രി ഞങ്ങളുടെ നടുവിലുള്ളത് അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയിലൂടെ നിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ പരിവർത്തിച്ചത്. പിന്നെയും ഞങ്ങൾ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങൾ ബുദ്ധിയെ തുറക്കണമേ. ഹാവ് thine own way, Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഈ ലോകത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് 650 കോടിയിലധികം ആളുകൾ. അതുപോലെ ഒരു വലിയ സമൂഹം സ്വർഗത്തിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയും രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, വേർപ്പില്ല, വിശപ്പില്ല, ചൂർപ്പില്ല, പരാതിയില്ലാതെ സ്വർഗത്തിൽ. അതുപോലെ വലിയൊരു സമൂഹം അന്ധകാരത്തിന്റെ അധിപതിയുടെ കീഴിൽ അധോലോകത്തിൽ വെട്ടമില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, അവരുടെ കരച്ചിലോടും പല്ലുകളിലോടും പാതാളത്തിൽ കഴിയും. അങ്ങനെ ഇപ്പോൾ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും പാർക്കുന്ന ഓടാനുകൂടി ആളുകൾ വിളിച്ചു. ഇനി നമ്മുടെ കർത്താവ് വരേണ്ട ആവശ്യം ലോകത്തിൽ ജനിക്കുവാൻ പോകുന്ന ആളുകൾ വിളിച്ചു. ഏറ്റവും വലിയ ബുദ്ധിമാൻ children tell me who is the wisest man ever lived in the world? Louder please. Louder. Solomon. Shall we clap for him? Solomon ഇവിടെ സാറിന് മീൻ കിട്ടത്തില്ലേ? അതുപോലെ Solomon പെട്ടെന്ന് പറഞ്ഞു Solomon the Great. Okay? ശ്രദ്ധിക്കാതെ നമ്മൾ ചോദ്യം ഓക്കെ അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കോൺസെൻട്രേറ്റ്. അവർ അഭിപ്രായമല്ല, അഭ്യൂഹമല്ല, അത്യുന്നതൻ തിരുവായി ഒഴിഞ്ഞ് അല്ല ചെയ്ത വചനമാണ് പശ്ചാത്തലം. ഫസ്റ്റ് കിങ്സ് 3rd chapter. രാത്രി ദർശനത്തിൽ ദൈവം ചോദിച്ചു പ്രത്യക്ഷതയിൽ
വിവേചനം ചെയ്യാൻ പര്യാപ്തമായ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ ജനത്തെ ന്യായപാലനം ചെയ്യാൻ ആർക്ക് കഴിയും? നമ്മുടെ അപ്പച്ചൻ അതിന് ഇഷ്ടപ്പെട്ടു. ഇല്ല, നീ ശത്രുസംഹാരമോ സമ്പത്തോ ആരോഗ്യമോ ദീർഘായുസോ ഒന്നും ചോദിച്ചില്ലല്ലോ മോനെ. ഞാൻ അവരുടെ ഹൃദയമല്ലേ ചോദിച്ചുള്ളൂ, അത് ഞങ്ങൾ തന്നിരിക്കും. നമ്മുടെ പിതാവിന് ഗുണം പ്രാർത്ഥന ഇഷ്ടപ്പെട്ടാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഇതിന്റെ പുറമേ നീ ചോദിക്കാത്തത് നിന്നതൊക്കെ തരുന്നു. നിനക്ക് സമനായ ഒരുത്തൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലോ. അത് ചോദിച്ചതല്ല, എന്നെ പോലുണ്ടാവല്ലേ, അങ്ങനെ പറഞ്ഞില്ല. നിനക്ക് സമനായ ഒരുത്തൻ ഇനി മേലിൽ ഉണ്ടാകത്തില്ല, ഇതിലുണ്ടായിട്ടില്ല. Unique wisdom. The wisest man ever lived in the world was Solomon the Great. ആ നിസ്തുല പ്രതിഭാശാലി നിസ്തുലമായ 3 ഗ്രന്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ചു. പ്രോവർബ്സ് എന്ന് പറയുന്ന സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, നെക്സ്റ്റ് എക്ലീസിയാസ്റ്റിക്സ് ആൻഡ് സോങ്സ് ഓഫ് സോളമൻ. 3 books. ഇത് ഏറ്റവും വലിയ 1ാമത്തേതുമായ പുസ്തകമാണ് സദൃശവാക്യം. മനുഷ്യൻ നന്നാകാനുള്ള വഴി, നശിക്കാനുള്ള വഴി, ഉയരത്തിലേക്കുള്ള വഴി, താഴോട്ടുള്ള വഴി, ഇരുട്ടിലേക്കുള്ള വഴി, വെളിച്ചത്തിലേക്കുള്ള വഴി, ജീവിതത്തിലേക്കുള്ള വഴി, മരണത്തിലേക്കുള്ള വഴി. കമ്പാരിറ്റീവ് സ്റ്റഡി, താരതമ്യ വിവേചനം ചെയ്തിരിക്കുന്ന നിസ്തുല ഗ്രന്ഥമാണ് സദൃശവാക്യങ്ങൾ. അത് കവിഞ്ഞു ഒരു മാസത്തിന്റെ 31 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസങ്ങളിൽ 1 chapter per day, ഒരു ദിവസം ഒരധ്യായം വെച്ച് വായിക്കത്തക്കതുപോലെ. How many chapters we have in Proverbs? 31 chapters for 31 days. ഇതിന്റെ കീ വേഴ്സ് എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്ന താക്കോൽ വാക്യം, കീ വേഴ്സ്, അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. Proverbs 14:34. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ആദ്യം പറഞ്ഞത് നന്നാകാനുള്ള വഴി. എന്താ നന്നാകാനുള്ള വഴി? നീതിപാത. Walk in righteousness, you will be exalted. നശിക്കാനുള്ള വഴിയാണ് അടുത്തത്. അത് നശിക്കണം. പാപം ചെയ്ത് നശിക്കും. പാപമോ വംശങ്ങൾക്ക് അപമാനം, റിപ്രോച്ച്. You want exaltation? Must walk in righteousness. You want destruction? Reproach? Must commit sin. But sin is a universal problem. Bible says all have sinned and come short of the glory of God. എല്ലാവരും പാപം ചെയ്തു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു. അതാണ് നിന്നെ പിറകോട്ട് പിടിക്കുന്ന ശക്തി. പിറകോട്ട് പിടിക്കുന്നു നിന്നെ, dragging you back. Sin. You find a solution to your sin. Man, woman, boys and girls, have victory over sin. You will be exalted. Praise the Lord. Praise the Lord. Hallelujah. പാപത്തിന് പരിഹാരം, പാപപ്രശ്നത്തിന് പരിഹാരം വേണമെങ്കിൽ സോഴ്സ് ഓഫ് സിൻ കണ്ടുപിടിക്കും. ഒരു പേഷ്യന്റ് ഡോക്ടറെ അടുപ്പിച്ചത്, ഡോക്ടറെ ഈ സുഖമില്ല എന്ന് പറയുന്നു. സുഖമില്ല, മരുന്ന് കുടിച്ചിട്ട് കുറ്റോളൂ എന്നേതെങ്കിലും ഡോക്ടർ പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ആ ഡോക്ടറെ ആദ്യം അഡ്മിറ്റ് ചെയ്യും. അതിനകത്ത് രോഗിയാണ് വന്നത്, ഡോക്ടറുടെ അടുക്കലാണ് വന്നത്, മരുന്നാണ് കുടിക്കാൻ പോകുന്നത്. He asks you some questions. എപ്പോഴാ തുടങ്ങി? വാ തുറന്ന് ഈ ശ്വാസം എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ ഒരു ഉപകരണം വെച്ചു. എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ നിന്റെ അപ്പനെ തൊണ്ടായിരുന്നു, പിന്നെ അമ്മയ്ക്ക് നിന്റെ അപ്പനും അമ്മയ്ക്ക് വിളിക്കുന്നു, മരുന്ന് വിളിച്ചു പോലെ. Every question is important. Every question is important. Why? Source of the sickness കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് വന്നത്? രോഗത്തിന്റെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കിയതിൽ ചികിത്സ കുറവായി.
If you want solution to sin, where did it originate? എവിടുന്നാണ് വന്നത്? അത് കണ്ടുപിടിക്കുന്ന ബൈബിളിലുണ്ട്. Psalm 51 verse 5 please. അൻപത്തൊന്ന് ഞാൻ കേരളം പാടി. Psalm 51 verse 5. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. I am born in sin. My mother conceived me. ഗർഭധാരണ പാപമായി പോലും സന്തതി ജനിക്കുന്ന പാപമാണ്. Absolutely. ഇന്നസെൻസി പീരീഡിൽ നിഷ്കർഷത്തിൽ ജനസിസ് 1:28 കൊടുത്ത അനുഗ്രഹമല്ലേ, മൾട്ടിപ്ലൈ റീപ്ലനിഷ് ദ എർത്ത്. മനുഷ്യകുലത്തിൽ ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി വാഴുവീൻ. 127 സങ്കീർത്തനത്തിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന അവകാശമാണ് കുഞ്ഞുങ്ങൾ, പ്രതിഫലമാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇച്ചിരി ശരീരമൊക്കെ ഉണ്ടാകും, എന്നാലും ഒരു അനുഗ്രഹമല്ലേ. പെറ്റമ്മമാർപ്പിച്ച നടത്തിടുന്ന കറ്റക്കിടാവിൻ പദപങ്കജങ്ങൾ ചെറ്റാങ്ങുമിഞ്ഞും പതിയുന്ന വീട്ടിൽ മുറ്റത്തണി പൂവിടൽ വേണ്ട വേറെ. ഇത് സിരിയോ ഗീതാവിലെ ഹിന്ദുക്കളുടെ വീടിന്റെ മുറ്റത്തൊക്കെ തൂത്തുവാരിയിട്ട് പൂവിടത്തില് അദ്ദേഹം ആ കവി പറയുക, കൊച്ചു കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കാൽപാദങ്ങൾ അമച്ച് പിടിച്ച് ഇങ്ങനെ നടത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാൽപാദങ്ങൾ പതിയുന്ന നിന്റെ മുറ്റത്ത് പതിയുമെങ്കിൽ അവിടെ പിന്നെ പൂവിടൽ വേണ്ട, പിന്നെ പൂ വേണ്ട. ആണ് പെറ്റമ്മമാർപ്പിച്ച നടത്തിടുന്ന കറ്റക്കിടാവിൻ പദപങ്കജങ്ങൾ ചെറ്റന്നുമിഞ്ഞം പതിയുന്ന വീട്ടിൽ മുറ്റത്തണി പൂവിടൽ വേണ്ട വേറെ. അതാണ് കുഞ്ഞുങ്ങളെ മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. പിന്നെന്തോ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ ഗർഭധാരണം പാപമായി നൽകുന്ന അർത്ഥം തെറ്റായി ചരിക്കരുത്. പ്രത്യുത ആദ്യ പാപം ഇൻഹെറിറ്റ് ചെയ്തു നിന്റെ ബ്ലഡിൽ കൂടെ. ഏക മനുഷ്യനാൽ പാപത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു. കറപ്റ്റഡ് സിൻഫുൾ നേച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു യു ബൈ ദ ബർത്ത്. അതാണ് അർത്ഥം. ജനനത്താൽ തന്നെ പാപപ്രകൃതി ഒഴിയുമെന്നും പക്ഷെ പിഞ്ചു കുഞ്ഞിന്റെ പാപം കണക്കിടപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ കൃത്യത്തിൽ ഒഴിവായി ഈ ലോകത്തിൽ നമ്മൾ കൊണ്ടുവന്നത് പാപമേ ഉള്ളൂ. ഉടുത്തിരിക്കുന്ന ഉടുത്തും ധരിച്ചിരിക്കുന്ന വസ്ത്രമൊന്നും നീ കൊണ്ടുവന്നതല്ല, ഇരിക്കുന്ന കസേര നീ കൊണ്ടുവന്നതല്ല. ഈ ഭൂമി എന്തെങ്കിലും നീ കൊണ്ടുവന്നെങ്കിൽ നിന്റെ പാപമാണ്. അത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരേ ഷർട്ട്, ഒരേ ഫ്രോക്ക്, ഒരു കൊടുത്താലും ദേഷ്യം, ഷർട്ട്, പഴക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ എന്തൊരു ശല്യം ഇടിക്കുന്നു. ഇച്ചിരി വലുതായിക്കോട്ടെ തന്നെ ഇടിച്ചോളാം, തൊഴിച്ചോളാം. അതിന്റെ അർത്ഥമാണ് ചെറിയ പ്രായത്തിൽ ദേഷ്യം, ഷർട്ടിൽ കോപം. എങ്ങനെ I am born in sin. ഇതാണ് ഞാൻ അകൃത്യത്തിൽ ഉരുവായി. അപ്പൊ എങ്ങനെ പാപം വന്നത്? കടയിൽ പോയി സാധനങ്ങളൊക്കെ ഗ്രോസറി സ്റ്റോറിൽ നിന്നൊക്കെ നമ്മൾ തൂക്കി വാങ്ങിച്ചപ്പോൾ 2 കിലോ പാകം ആരെങ്കിലും വാങ്ങിച്ചാണോ? ഇല്ല, 2 കിലോ പാകം. ഫ്രണ്ട്സ് അയച്ചു തന്നാണോ? ബൈ പോസ്റ്റ് അല്ല. വഴി നമ്മൾ കളഞ്ഞു കിട്ടുകയാണോ? അല്ല. ആകാശത്ത് മഴ പെയ്ത കൂട്ടത്തിൽ 1 കിലോ പാകം തല വന്ന് വീണോ? അല്ല. നിലം കുഴിച്ചപ്പോൾ പൊന്തി വന്നാണോ? അല്ല. നിലത്ത് നിന്ന് പൊന്തി വന്നതല്ല, ആകാശത്ത് പൊട്ടി വീണതല്ല, ഫ്രണ്ട്സ് ആരും അയച്ചതല്ല, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതല്ല. പിന്നെയോ നീ ജനിച്ചപ്പോൾ തന്നെ പാപപ്രകൃതിയിലുണ്ടായിരുന്നു. അകൃത്യത്തിൽ പാപത്തിൽ എന്റെ അമ്മയെ ധരിച്ചു. ജന്മപാപം. അടുത്ത 4-ാമത്തെ വാക്യം 51 verse 4 please. 51:4 ചെയ്തു. ഇതിന്റെ പേര് കർമ്മപാപം. 5-ാം വാക്യം ജന്മപാപം, 4-ാം വാക്യം കർമ്മപാപം. നിന്റെ ശരീരത്തിന്റെ ബോഡി പാർട്സ് വളരുന്നതനുസരിച്ച് പാപം വളരാൻ തുടങ്ങും. കുസൃതികൾ വർദ്ധിക്കാൻ തുടങ്ങും. നീ ജനിച്ചപ്പോൾ പാപത്തിൽ, വളരുമ്പോൾ കർമ്മപാപം. മനസ്സിലായി? മോഷ്ടാവിനെ തോണ്ടി സഹിതം പിടിക്കുമ്പോഴാണ് കള്ളൻ വിളിക്കുന്നത്.
പക്ഷെ മോഷ്ടിച്ചത് കൊണ്ടല്ല കള്ളനായത്. ശ്രദ്ധിക്കണം, മറിച്ച് അവൻ കള്ളനായതുകൊണ്ടാണ് മോഷ്ടിച്ചത്. മനസ്സിലായി? ഇന്ന വീട്ടിൽ കയറണം, ഇന്ന വാതിൽ കൂടെ ഇറങ്ങണം, ഇന്ന സാധനം എടുത്ത് ഇന്നടത്തോട് ഓടണം. അന്തരംഗത്തിൽ മോഷണത്തിന്റെ ചിന്ത അങ്കുരിച്ചപ്പോൾ തന്നെ അവൻ കള്ളനാണ്. മോഷ്ടിച്ചത് കൊണ്ട് കള്ളനായില്ല, കള്ളനായതുകൊണ്ടാണ് അവൻ മോഷ്ടിച്ചത്. പാപം ചെയ്ത് പാപികളായതല്ല. ഓൾറെഡി വി ആർ ബോൺ ഇൻ സിൻ. പാപികളായതുകൊണ്ട് പാപം ചെയ്തു. Third stage, third verse, please. Psalm 51 verse 3. ഞാൻ അറിയുന്നു. അപ്പൊ ആദ്യം ജനിച്ചു, രണ്ടാമത് വളർന്നു, മൂന്ന് മുമ്പിലിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? പായലാണോ, ബെഞ്ചിലാണോ, കസേരയിൽ ഇരിക്കുമോ? ഭാവം വെടിമുണ്ടായി. പ്രിക്കിംഗ് ഓഫ് കോൺഷ്യൻസ്. വിവേകിക്ക് ദോഷാരോപണം. മറ്റാരും കണ്ടില്ലെങ്കിലും നീ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തുവാൻ ഒരു മനസാക്ഷിപുരം പോലീസ് സ്റ്റേഷനിൽ നടത്തുന്നത്. വിവേക് നഗർ പോലീസ് സ്റ്റേഷൻ. മക്കളെ മനസ്സിലാക്കണം, നാൽക്കാലം മൃഗമെഴുതാതെ കാട്ടുമല നാട്ടുമൃഗത്തിന് ഇല്ലാത്ത ഒന്നാണ്. എത്ര എലിയെ പിടിച്ച് ചിന്തി കടിച്ച് കീറി കറന്ന് കടിച്ച് തിന്നാലും പൂച്ചയ്ക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. എത്രയോ എലിയുടെ കണ്ണിനെ ചാടിച്ചു കഷ്ടമായി വരുന്നു. ഒരു പൂച്ചയും ചിന്തിക്കാറില്ല, അതിന് സുഖമായിട്ട്. പക്ഷെ ലോകത്തിൽ ആരും നിന്റെ പാപം കണ്ടില്ലെങ്കിലും മക്കളെ എല്ലാ വാതിലും നീ അടച്ചു, എല്ലാ ജനലും നീ അടച്ചു, എല്ലാ കട്ടനും നീ ഇട്ടു. 0.1 പോലുമില്ല. ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പള്ളിക്കുട്ടികൾ, ചിലത് വലക്കൂടെ ഒളിഞ്ഞു നോക്കുന്ന ചിലത് പിന്നീട്, പിന്നെ കട്ടിന്റെ കീഴിൽ പാത്തിരിക്കുന്ന മൂട്ടക്കുട്ടികൾ, നിലത്തൂടെ എഴയുന്ന ചെറിയ ഉറുമ്പുകൾ, മൂടിപ്പടം പാടി പാടി കട്ടിന്മേലെ രാത്രിയിൽ വട്ടമിട്ട് പറക്കുന്ന കൊതുകിന്റെ കുഞ്ഞുങ്ങൾ. മാത്രമല്ല ഈ പാപം കണ്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. കൊതുകിൻ കുഞ്ഞും മൂട്ടക്കുഞ്ഞും അതുപോലെ ചെറുതി കുഞ്ഞും പല്ലിക്കുഞ്ഞുമല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ ദൈവം. ഒന്നും വാങ്ങിക്കുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, അത് മുഴുവൻ ഒരു ദിവസം കാണിക്കും. പെട്ടെന്ന് അടി കിട്ടിയില്ല നിനക്ക്, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നീ നിരൂപിച്ചു. 50-ാം സംഘത്തിലാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിലേ നിർത്തിയിരിക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കാൻ പലരും ഇഷ്ടമില്ല. പിന്നെ ഞാൻ പ്രസംഗം കേൾക്കുമ്പോൾ മോളെ എന്റെ തലവേദന മാറുന്നു, മോനെ തമിഴ് മാറുന്നു, ഇതിൽ ഭയങ്കര ഇഷ്ടം. എന്റെ പ്രസംഗം കേട്ടാൽ ഇല്ലാത്ത തലവേദന ഉണ്ടാവും. സത്യം, ഒരു കൊച്ചു തലവേദന ഉണ്ടാകുന്നത് ഒരു വലിയ തലവേദന. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ചുകുത്തി പനി ഉണ്ടാകും. വെറുതെ ഉണ്ടാകും, പിള്ളേരെ അച്ചുകുത്തു പനി ഉണ്ടാകും. എന്തൊരു കുത്താ? കാരണം 2 ദിവസം പനിച്ച് കിടക്കുന്നത് വലിയ ടൈഫോയിഡിൽ നിന്നും മസൂരിൽ നിന്ന് രക്ഷപ്പെടാം. അതുപോലെ ഇന്ന് നാളെ നിങ്ങൾക്ക് ഇച്ചിരി തലവേദന വന്നേക്കും, ന്യായീകരിച്ച് കേൾക്കുന്നു. പക്ഷെ ഈ കൊച്ചു തലവേദന ഒരു വലിയ തലവേദന. നിന്റെ കൂടെ ജനിച്ചു, രണ്ടാമത്തെ കൂടെ വളരുന്നു, ഒന്ന് മുമ്പിലിരിക്കും, ലോകത്തിനൊരു സാക്ഷിയും. പക്ഷെ പരിപാലനത്തെ കണ്ണുള്ളവൻ കാണുന്നുള്ള നമുക്ക് അറിവ് തരാനായിട്ട് ഒരു വിവേക് നഗർ പോലീസ് സ്റ്റേഷൻ, കോൺഷ്യൻസ് സ്റ്റേഷൻ. മോനെ മോനെ, ദൈവം കാണും, ദൈവം കാണും, ദൈവം കാണും. ന്യായവിധി എന്ന് പറയാൻ നമ്മുടെ അകത്തൊരു മനസാക്ഷി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതിനുശേഷം നീ പാപത്തിൽ തുടരുകയാണെങ്കിൽ 4th stage, Psalm 65 verse 3. 65 Psalm 65 verse 3. നീ വിചാരിക്കണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സിഗരറ്റ് സ്മോക്കിംഗ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ തോന്നി ടീനേജർ ഒന്ന് നോക്കാം. പപ്പായും അമ്മയും വഴക്ക് പറയും, ആരുമില്ലാത്ത പോലെ ചായ വലിയിട്ട് ഒന്ന് കുടിച്ചത്. ഒരു രസം, ഒരു കഫ്, ഒരു വല്ലായ്മ തോന്നി. സാരമില്ല, ഇച്ചിരി കഴിയുമ്പോൾ ഒരു ഫുൾ 75%. അന്നേരം ഒരു കഫ് അല്ലാതെ തോന്നി. പിന്നെ 1 കുടിച്ചു, പിന്നെ 2 കുടിച്ചു,
2-3 കുടിച്ച് കഴിയുമ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റ് പറയും, മര്യാദയ്ക്ക് പാടാ, എന്നെ കുടിച്ചേച്ച് പോടാ. അതാണ് ചെയിൻ സ്മോക്കർ. പിന്നെ സ്മോക്കിങ്ങിന് അഡിക്റ്റായി പോയി. അത് നിൽക്കാതെ നിർത്തുന്നതിൽ വെച്ച് തീയിൽ ആരംഭിച്ചു, നിത്യ തീയിലോട് ഇതിനെ കൊണ്ടുപോവുകയാണ്. മനസ്സിലായി? അതുപോലല്ലേ കള്ളൻ, ശകലം കള്ളൻ, ആൽക്കഹോൾ ഇച്ചിരി കുടിച്ച രസത്തിന്, എല്ലാവരും കുടിക്കുന്നത് രസം തമാശയാണ് പോലെ. ഇച്ചിരി കള്ളകത്ത് ചേരാങ്കിൽ പിന്നെ കള്ളിനെ കുടിക്കും. കള്ളേ വാ കുഞ്ഞിക്കള്ളേ വാ കള്ളേ വാ അത് നീ കള്ള് കുടിച്ചു, പിന്നെ കള്ളിനെ കുടിച്ചു, പിന്നെ കള്ളിനെ കുടിച്ചു, പിന്നെ നിന്നെ കുടിച്ചു. നിനക്ക് പിന്നെ ഇത് കൂടാതെ ജീവിക്കാൻ വയ്യ. ഡ്രഗ് അഡിക്ട്സ് അതിനകത്താണ്. പിന്നെ മദ്യപാനിയുടെ സങ്കീർത്തനം ഉണ്ടാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡ്രങ്കേഴ്സ് ആണ് ഇൻ പ്ലേസ് ഓഫ് ഷെപ്പേർഡ്സ് ആണ്. 23-ാം സങ്കീർത്തനം എത്ര പേർക്ക് അറിയാം? The Lord is my shepherd and I shall not. എനിക്ക് മുട്ട ഉണ്ടാവില്ല. മദ്യപാനിയുടെ പാട്ടുകളുണ്ട്. മദ്യം എന്റെ ഇടയനാകുന്നു, എനിക്ക് സമൃദ്ധി ഉണ്ടാകുകയില്ല. അതെന്നെ ഓടകളിൽ കിടത്തുമാറാക്കുന്നു, എന്റെ തലയെ മത്തുകൊണ്ടാടുമാറാക്കുന്നു, എന്റെ വായിൽ മുറയും പറയും നിറഞ്ഞു കവിയുന്നു. പോലീസും ലാത്തിയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സർക്കാരിന്റെ ജയിലിൽ ഞാൻ ദീർഘകാലം വസിക്കുന്നു. Alcohol is my shepherd, I shall not prosper. He maketh me to lie down near the granaries. He anoints my head with intoxication madness. My mouth runneth over with the dirty vomiting. Police of the thief shall follow all the days of my life. I will dwell in the central jail forever. हिंदी में सुनो, शराब मेरा चरवाहा है, मुझे कोई तसल्ली नहीं होती. वो मुझे गंदे गंदे नाली उनके किनारे लुटाता है, मेरे मुंह में मिट्टी भर देता है, जिसको कुत्ता भी चाहता है. पुलिस और लाठी मेरे पीछे पीछे चलता रहेगा. सरकार की जेलखाना में मैं सदा कालवास करूंगा. इदा पिशाचिന്റെ മൂത്രം അഥവാ മദ്യപാനം. ഇതിനോട് വളരെ ഭാഗ്യശാലി. ഹല്ലേലൂയ. ആമേൻ. ചെറുത് രസത്തിന് തമാശ തുടങ്ങിയത് പിന്നെ അഡിക്റ്റാണ്. മദ്യപാനത്തിന്റെ തിക്ത അനുഭവങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന പല പുസ്തകങ്ങളെ വായിച്ചത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം ഡോക്ടർ KP യോഹന്നാൻ മകൻ നേരെ നമ്മുടെ കാലത്ത് എഴുതിയൊരു പുസ്തകം. ഏറ്റവും നല്ലൊരു പുസ്തകം. അതിൻ്റെ പേര് അച്ചായ ഇനി കുടിക്കരുത്. എനിക്ക് ആ പുസ്തകം ഒത്തിരി ഇഷ്ടപ്പെട്ടത്. 35 വർഷം മുമ്പ് വായിച്ചു. അതിന്റെ കവർ പേജ് തന്നെ മദ്യകുംഭങ്ങളിൽ ഒരു കൊമ്പൻ വീശക്കാരൻ തന്റെ ഭാര്യയെ തൊഴിച്ച് താഴെ ഇട്ടിരിക്കുന്നു. അവൾ വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് പറയുന്നു, അച്ചായ ഇനി കുടിക്കരുത്. ആ പേര് വായിച്ചു എന്നാൽ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം, മാനനഷ്ടം, സൗന്ദര്യനഷ്ടം, ആരോഗ്യനഷ്ടം, കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, ഭാര്യ വിധവയാകുന്നു. അത് ഒരു പ്രാവശ്യം വായിച്ചാൽ പിന്നെ മദ്യം തൊടുകയും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു ഖണ്ഡകൃതി മദ്യപാനത്തിന്റെ നന്മകളെ കുറിച്ച് ഒരാൾ എഴുതി ലേഖനം വെച്ചു. ഒത്തിരി ഗുണങ്ങളുണ്ട് മദ്യപാനത്തിന്. എല്ലാ ഗുണമൊന്നും പറയുന്നില്ല, ചില ഗുണമുണ്ടെങ്കിലും 3 ഗുണം മാത്രം പറയാം മദ്യപാനം. നമ്പർ 1, മദ്യപാനിയുടെ തലമുടി നരക്കുകയും. കാരണം അതിന് മുമ്പേ മുടി കറപ്പിക്കാനായിട്ടൊന്നും. ഗുണം നമ്പർ 2, മദ്യപാനിയുടെ വീട്ടിൽ കള്ളൻ കയറുന്നത് പേടിക്കണം. കാരണം കള്ളൻ അറിയാൻ നീ മുടിഞ്ഞു കിടക്കും. ലാസ്റ്റ് ഒത്തിരി റെഡ്യൂസ് എക്സ്പെൻസസ് ചെലവ് കുറയ്ക്കും. ശരിയായി മദ്യപാനം ചെയ്യുന്നതിന് പിന്നെ കിടക്കാൻ കട്ടിൽ വേണ്ട, തലേണ വേണ്ട, ബെഡ്ഷീറ്റ് വേണ്ട. പിന്നെ മദ്യപിച്ചാൽ കൊടുക്കാൻ തുണി റെഡ്യൂസ് എക്സ്പെൻസ്. ഇതുകൊണ്ട് പൗലോസ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. പക്ഷെ ഒരു മറുമരുന്ന് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയമാണ്. ദൈവത്തിന് സ്തോത്രം പാടുന്ന ദൈവങ്ങൾ കഴിഞ്ഞ ആത്മാവിൻ ജീവിതം
തടഞ്ഞപ്പെടുന്നു, തഴമ്പിക്കുന്നു, അതിബലമാകുന്നു. 5-ാം സ്റ്റേജ്. Psalm 40:12, 40-12. 40-12 വായിക്കും. അതിൽ കൂടെ ജനിച്ചതാണ്. പിന്നെ മെല്ലെ മെല്ലെ വളർന്നു, പിന്നെ ഇരുന്നു, പിന്നെ റെസ്ലിംഗ് ചാമ്പ്യനെ പോലെ അനുബലം. മക്കളെ, നീ പിന്നെ പാപം ചെയ്തു, പാപത്തിന് പാല് കൊടുക്കരുത്. കുഞ്ഞെ, ബോയ്സ് ആൻഡ് ഗേൾസ്, യങ്സ്റ്റേഴ്സ്, sin is a reproach. പാമ്പിന് പാല് കൊടുത്ത് വളർത്തരുത്. അത് എത്തിപ്പിടിക്കും, നിന്റെ ഹോൾ ബോഡി ഓർഗൻസ് അവന്റെ കൺട്രോളിലാക്കും. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ പാപം അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് മർത്യ ശരീരത്തിൽ വാഴുവാണ്. അതിനു മുമ്പേ എത്തിപ്പിടിക്കും, കൺട്രോൾ ചെയ്യും. അടുത്ത സ്റ്റേജ് Psalm 38 beginning from verse 4. 38-ാം സങ്കീർത്തനം 4 മുതൽ നിർത്തി വായിക്കണം. 38. അടുത്ത സ്റ്റേജ് തലയ്ക്ക് മീനെ കവിഞ്ഞു. നേരത്തെ പറയുന്നു, എന്റെ പാപന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നിട്ട് നീ പാപത്തെ തുടർന്നു, ഒടുവിൽ അതിബലമായി. പിന്നെ നീ പാപം നിർത്തിയില്ല, എത്തിപ്പിടിച്ചു, അവനെ കണ്ടുകൊള്ളാക്കി. പിന്നെയും പാപത്തോട് വിട പറഞ്ഞില്ല. ഒടുവിൽ ഗോവേനെ ചവിട്ടി കയറുന്ന പോലെ എന്റെ പാപം എവിടായി? എന്റെ തലയ്ക്ക് മീനെ കവിഞ്ഞു. തല അപരാധവും മേലസിർ ഡൂബുകയാണ്. പാപത്തിൽ എന്റെ തലമുണ്ടിൽ പോയി തലയിൽ കയറിയാൽ പിന്നെ നല്ല ചിന്തകൾ വരത്തില്ല. അറിയാമോ? ഡർട്ടി, നാസ്റ്റി, അഗ്ലി, ഈവിൾ, സെക്ച്വൽ, ഇമ്മോറൽ, അൺവാണ്ടഡ്, ഇല്ലീഗൽ തോട്ട്സ്. അശുദ്ധമായ, വൃത്തികെട്ട, ജഡീയമായ, വൈകാരികമായ, മ്ലേച്ഛമായ, അശുദ്ധമായ ചിന്തകൾ മാത്രമേ വരുമ്പോൾ എപ്പോഴും വൃത്തികെട്ട ചിന്തകൾ. അതാണ് ഞാൻ പറഞ്ഞു, നാസ്റ്റി, അഗ്ലി, ഡർട്ടി തോട്ട്സ്. തലയ്ക്ക് മീതെ കവിയും. താഴെ വായിക്കും. ഘനമായിരിക്കും. അടുത്തത് സ്റ്റിങ്കിങ് സ്മെല്ല് മാറ്റം. പാപത്തിന് ദുർഗന്ധം. പാപത്തിന് ദുർഗന്ധം. ദുർഗന്ധത്തിന് സൂക്ഷിച്ചിട്ടുണ്ട്. ദുർഗന്ധമുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചു നേരം നാളുകൾ താമസിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം മാറും എന്ന് നമുക്ക് തോന്നും. പക്ഷെ മാറിയതല്ല, നിന്റെ മൂക്കിനുമായിട്ട് യൂസ് ആയില്ല. ആദ്യം ഭയങ്കര നാറ്റോട് വീട്ടിൽ എന്നെ കെട്ടിച്ചത് വേണ്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് നാട്ടുമെല്ലാം മാറി ഇവർക്ക് അറിയാൻ പറ്റില്ല. ഞാൻ വന്നോടുകൂടി മാറിയതെന്നുള്ള നീ ഇത് നാറ്റം സഹിച്ച് നിന്റെ മൂക്ക് യൂസ്ഡായി. പക്ഷെ പാപത്തിന് ദുർഗന്ധം ഉണ്ടെങ്കിൽ മറുവശം വിശുദ്ധിക്ക് സുഗന്ധം. എവിടെ വാക്യം? 2 Corinthians 2:15 വായിക്കാം. വായിക്കണമെന്നില്ല. 2 Corinthians 2:15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവർക്കിടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ വിശുദ്ധമായി ജീവിക്കും. സ്വീറ്റ് സ്മെല്ലുണ്ട്. ഹോളിനെസ്സിനൊരു സ്വീറ്റ് സ്മെല്ലുണ്ട്. പാപത്തിനൊരു ബാഡ് സ്റ്റിങ്കിങ് സ്മെല്ലുണ്ട്. പാപം ഉരച്ച് കയറി തലയ്ക്ക് മീതെ കവിഞ്ഞു. എന്റെ പോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചെയ്യുന്ന പാട്ടായിട്ട് വായിച്ചു. നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ പോകുന്ന സങ്കീർത്തനം, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ എങ്ങനെ നിൽക്കത്തില്ല, കുനിയും നടുക്കുനിയും എന്ന് പറഞ്ഞ ആത്മീയമായി കുനിയും. സത്യം പറയത്തില്ല. ബ്രദറെ എങ്ങോട്ട് പോവാ? ഞാൻ മുമ്പോട്ട് പോവാം. സഹോദരി എവിടെ നിന്ന് സത്യമില്ല. നേരെ ഹാഫ് ട്രൂത്ത് ഈസ് മോർ ഡേഞ്ചറസ് ആൻഡ് ഫുൾ ലൈ. നേരെ ഇന്ത്യയിൽ ഇതിന് ടേടി വേണ്ടി പീഡിക്കുന്നു. വക്രതയും ഓട്ടമുള്ള തേടി വേണ്ടി നേരെ പറയത്തില്ല, കള്ളം പറയത്തില്ല. അങ്ങനെ ഈ കുളിഞ്ഞു പോയ ഒരുത്തൻ വീട് വലിച്ചോണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പാസ്റ്ററെ കാണും. അപ്പൊ അതവിടെ ആ വട വന്നില്ല, പുറകോട്ട് വരികയാണ്. ഇതൊക്കെ ക്ലീനും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡെഡ് ബോഡി കണ്ടോട്ട് ആളുകൾ പറഞ്ഞു, ഇപ്പോഴും നേരെ ആയല്ലോ. ചില ആളുകൾ നേരെ ആവുന്നത്
പല്ലി കയറി അറിയാമോ? ഇവിടെ അറിയാൻ മനസ്സിലായി. മൂക്കിൽ പല്ലി കയറി കഴിയുമ്പോൾ വളഞ്ഞ പെട്ടി കിട്ടാത്തതുണ്ട്, സ്ട്രെയിറ്റ് പെട്ടി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശവപ്പെട്ടി എന്നുള്ള പേര് മാറ്റി സ്വർഗപ്പെട്ടി മാറ്റി. അതിനകത്ത് കയറി കിടന്ന് സ്വർഗത്തിൽ പോകുന്ന ആരാണ്ട് പറഞ്ഞു സ്വർഗപ്പെട്ടി അതിനകത്ത് കയറി കിടക്കും. അതിനകത്ത് കിടന്നൊന്നും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. അപ്പൊ നിവരെ നിൽക്കാതെ കുനിയാൻ കാരണം പാപമാണ്. പക്ഷെ കുറ്റമറ്റൊരു മനസാക്ഷി നിലകൊണ്ടോ ലോകം മുഴുവൻ നിനക്ക് അപവാദം പറയും, ദോഷം ചിന്തിക്കപ്പെടും. ചെയ്യാത്ത തെറ്റ് നിന്റെ തലയിൽ കെട്ടിവെക്കുകയും നിസ്സാരമായി തെറ്റിനെ ഊതിയൂർപ്പിച്ച് നിന്നെ നാണം കെടുത്തപ്പെടും. കുറ്റമറ്റ മനസാക്ഷിയോടെ ചിലപ്പോഴും കുനിഞ്ഞുപോയി തലയിൽ കയറി നാറ്റമുണ്ടായി ദുഃഖിച്ച് നടന്നു. താഴ്ത്തു വായിച്ച് എന്റെ ആരെയും വ്യാധികൾ, പഴയ മലയാള ഭാഷയിൽ വരൾച്ച, അതെന്താ പറയാ, ഗുപ്ത മനുഷ്യനോട് പറയാൻ പറ്റില്ലാത്ത രസമാണ്. ആരെയും വരൾച്ച. അടുത്ത വാക്യം, ദേഹത്തിൽ സൗഖ്യമില്ല, ശാരീരിക രോഗം. പാപം വിതച്ചത് കൊണ്ട് നാശം കൊയ്യും. ഈ ഒരു മനുഷ്യന് രോഗം വന്ന അവിടെ പാപം ചെയ്തെന്ന് വിളിച്ചു പോരുന്നത് പല കാരണങ്ങളാൽ രോഗമുണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾക്ക് രോഗം പാപം ചെയ്യുന്നു സർട്ടിഫിക്കറ്റ്. ഒന്ന്, പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിച്ചു. മഴ വന്നു, ചാറ്റ മഴ വന്നു, കുടയില്ലാതെ നടന്നു. പിന്നെ തണുപ്പ് വന്നു, സ്വെറ്ററുമില്ല, കോട്ടുമില്ല, ഡീസൻ്റായിട്ട് നടന്നു, പനി പിടിച്ചു. അത് പാപമല്ല, വിവരക്കേടാണ്. മനസ്സിലായി? അതിന് നാച്ചുറൽ ലോസ് നീ ലംഘിച്ചത് കൊണ്ടുണ്ടായ രോഗമാണ്. അത് പാപമാണ്, വിവരക്കേട്. പിന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസ്, നടപ്പ് തീരുന്നു, രോഗികളെ ശുശ്രൂഷിക്കുന്നു, ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ല, വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ല, അവരുടെ കൂടെ ഇങ്ങനെ സഹകരിക്കുമ്പോൾ ഇൻഫെക്ഷ്യസ് പകർച്ചവ്യാധികൾ. അത് പാപമല്ല, പ്രിക്കോഷന്റെ കുറവാണ്. മറ്റ് ചിലത് ആഹാരപാനീയങ്ങളിൽ ഒരു കൺട്രോൾ കൊടുക്കും. കൈ കിട്ടുന്നെല്ലാം കഴിക്കും. ഉപ്പുണ്ടോന്ന് നോക്കാനെടുത്ത് അത് തിന്നു, എരിയുണ്ടോ നോക്കേണ്ടത് അത് തിന്നു, വെന്തോ നോക്കാനെടുത്ത് അത് തിന്നു. അവസാനം അച്ചായ വേണ്ടാതെ വന്നത് ലാസ്റ്റ് ഫ്രിഡ്ജ് സ്ഥലമില്ലാത്തത് കൊണ്ട് എന്താ പറ്റി, ഒരു കൺട്രോളും ഇല്ലാതെ നിന്ന് പല അസുഖങ്ങളും വരുത്തുന്നുണ്ട്. ആഹാരപാനീയങ്ങളുടെ കൺട്രോൾ ഇല്ലായ്മ രോഗം. അപ്പം പ്രകൃതി നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് രോഗമുണ്ടാകും. പകർച്ചവ്യാധികൾ, അത് രോഗമുണ്ടാകും. പിന്നെ ആഹാരപാനീയങ്ങൾ നിയന്ത്രണമില്ലായതുകൊണ്ട് രോഗമുണ്ടാകും. എന്നാൽ 1 Corinthians 11 പറയുന്നു, തോന്നിയതുപോലെ നടന്ന് വ്യഭിചാരം, ദുർനടപ്പ്, കോട്ടകേസ്, വൃത്തികേടുകളെല്ലാം ചെയ്തേച്ച് കർത്താവിന്റെ മേശ നടത്തുമ്പോൾ മോന്തി കുടിക്കുവാണ്. ഇത് ഹേതുവായി പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും ജീവിത വിശുദ്ധിയില്ലാത്തതിന്റെ ഫലമായിട്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടി ദൈവത്താഴത്ത് മോന്തി കുടിച്ചു. അത് കടയിൽ പോയി മാറ്റി ബേക്കറിൽ നിന്ന് കഴിക്കും. ഇത് അതിനുള്ളതല്ല. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് തന്നെ ശിക്ഷാവിധി ചെയ്യുന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം തുറക്കുകയും പ്രാർത്ഥന കഴിച്ചു പോകും. മാനസാന്തരപ്പെട്ടവർ നമ്പർ 1, ജലസ്നാനമേറ്റവർ നമ്പർ 2. എന്നാലും യോഗ്യതയില്ല. ചില പിള്ളേർ സ്നാനപ്പെട്ടാൽ തെളിവെടുക്കും, സ്നാനപ്പെട്ടേ എടുക്കാം. പക്ഷെ സ്നാനപ്പെട്ടവർക്കെല്ലാം ഇവിടെ നല്ലത്. തന്നെത്താൻ ശോധന ജീവിതത്തിൽ പ്രത്യേക അശുദ്ധി സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റവരും പ്രാഗൽഭ്യമുള്ള മനസാക്ഷി ഇല്ലാത്തവർ തിരുത്താൻ എടുക്കരുത്, ശിക്ഷാവിധി വിധേയമാണ്. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ലോകത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലും മരുന്നില്ല. നീ ഇന്നലെ വിതച്ചതിന് പോയി രഹസ്യ പാപം ചെയ്തു, രഹസ്യ രോഗം പോയി തരുന്നു, കുറ്റരോഗവിശേഷൻ അതിൻ്റെ അടുത്ത് പോയി അവൻ ലാക്തിയാകുക. നീ ദുബല പത്തലയായിട്ട് തീരുക. കാരണം എന്താ? രഹസ്യ പാപം രഹസ്യ രോഗത്തിലേക്ക് നടത്തി.
എന്നാൽ ഇന്ന് രാത്രി പലർക്ക് സുഖം വരും. ഹൃദയാംഗമായി പാപം എന്നെ നന്നായി കഴുകണമെന്ന് തീരുമാനമെടുക്കണമെന്ന് ഒരു തീരുമാനമെടുക്കുക. ഇന്നലത്തെ ജീവിതത്തെ ഒന്ന് ഓർത്തു നോക്കി. ആരും അറിയാതെ പേരനില്ല, അമ്മ അറിഞ്ഞില്ല, ഹസ്ബൻഡ് അറിഞ്ഞില്ല, വൈഫ് അറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞില്ല, ഇൻമേറ്റ്സ് ആരും അറിഞ്ഞില്ല. പക്ഷെ ചില രഹസ്യഭാവങ്ങൾ വന്നു. അതിൽ വരച്ചു നിറഞ്ഞു രോഗങ്ങൾ. ഒരു കാരണമാണ് പാപരോഗം, പാപത്താൽ വായിക്കുന്നു അത്യന്തം തകർന്നു. അടുത്തത് ഹൃദയത്തിൽ ഫിസിക്കൽ അല്ല, മെന്റൽ. ഇതിന് മലയാള ഭാഷയിൽ വിഷാദ രോഗം എന്ന് പറയും, ഇംഗ്ലീഷ് ഭാഷയിൽ ഡിപ്രഷൻ എന്ന് പറയും, ഹിന്ദിയിൽ മാനസിക തനാവ് എന്ന് പറയും. ഇതിന് വലിയ ഗൗരവമാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും ഭാഗ്യശാലിയായ മനുഷ്യൻ ആരാണ് നിങ്ങൾക്കറിയാമോ? NRI അക്കൗണ്ടിൽ ഒത്തിരി പണം കിട്ടുകയല്ല. അറിയാം, 7 നില നാട്ടിലുണ്ടാക്കി വാടക കൊടുത്ത് നടക്കണമെന്നില്ല. പിന്നെ റബ്ബർ സ്റ്റേറ്റിലുണ്ടാക്കിയിട്ടുണ്ട്, FD-യിലുണ്ട്, SBT-യിലുണ്ട്. പിള്ളേർക്ക് ഓരോരുത്തർ പേരിൽ ഫിക്സഡ് ഫിക്സ് ചെയ്ത് ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, അവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചു, ഇവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചു, ഒടുവിൽ നീ ഫ്ലാറ്റായി. അങ്ങനെ ഈ നല്ല കുഞ്ഞുങ്ങളെ ഇതൊന്നും വലിയ നന്മയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി സ്വസ്ഥതയുള്ള ഹൃദയത്തിന്റെ അച്ഛന്മാര് മരിക്കും മുമ്പേ വിൽപ്പത്രം എഴുതുന്നുണ്ടോ? എന്റെ മരണശേഷം എന്റെ 10 ഇത്ര സെന്റ് മൂത്ത മോൾക്കായിരിക്കും, ഇത്ര സെന്റ് ഇളയ മോൾക്കായിരിക്കും, എന്റെ വീടും പരിസരം എന്നെ നോക്കുന്ന ഇളയ മകനായിരിക്കും എന്നൊക്കെ എഴുതും. യേശുക്രിസ്തുവിന്റെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? അത് ഒരു പാരഗ്രാഫിലല്ല, 4 സുവിശേഷം കൂടെ പുറത്തിറക്കി വായിച്ചു നോക്കണം. യേശുവിന്റെ വിൽപ്പത്രം നമ്പർ 1. ഞാൻ മരിക്കുമ്പോൾ വിൽപ്പത്രം പോയിന്റ് നമ്പർ 1. എന്റെ ആത്മാവ് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ പോകണം. വിൽപ്പത്രം പോയിന്റ് നമ്പർ 2. എന്റെ ശരീരം അരുമത്തിയായ യോസേഫിന്റെ കല്ലറയിൽ പോകണം. വിൽപ്പത്രം പോയിന്റ് നമ്പർ 3. എന്റെ അമ്മ സംരക്ഷണാർത്ഥം യോഹന്നാന്റെ ഭവനത്തിൽ പോകണം. വിൽപ്പത്രം പോയിന്റ് നമ്പർ 4. ഞാൻ കൊടുത്തിരിക്കുന്ന എന്റെ കുപ്പായം അഥവാ നീളക്കുപ്പായം അത് പടുത്തെടുത്ത് പടയാളികൾ അത് കഷ്ണമായി എടുത്തുകൊള്ളണം. പിന്നെ ഈ 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് എന്തുവാ? എന്റെ സമാധാനം നിങ്ങൾക്ക് ആത്മാവ് പിതാവിന്, ശരീരം കലറയ്ക്ക്, ഉടുപ്പ് പടയാളിക്ക്, അമ്മ യോഹന്നാന്റെ ഭവനത്തിൽ. എന്നാൽ I leave my peace with you. സിസ്റ്റർ, ഏറ്റവും കൂടുതൽ ഭാഗ്യശാലി ആരാണ്? സ്വസ്ഥതയുള്ള ഹൃദയത്തിൽ. പീസ് ഓഫ് മൈൻഡ്. പാപത്തിൽ ജീവിക്കുമോ? പീസ്ലെസ് ആകും. പാപം വിട്ടൊഴിയുമോ? നിനക്ക് അവിനാശി ശാന്തി, സന്തോഷം. അപ്പൊ ശരീരം, പാപം ശരീരത്തിന് കേട്, 2 മനസ്സമാധാനത്തിന് കേട്, 3 ആത്മാവിന് കേട്, അന്തരാത്മാവ് നശിക്കും. ഒരു വാക്യം വായിച്ച് പ്രോവർബ്സ് 9:17-18 സന്ദേശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 17-18. പ്രോവർബ്സ് 9:17-18. മോഷ്ടിച്ച വെള്ളം മധുരമാണ്. ഇതെന്താണ് മനസ്സിലായില്ല. ചുക്കേസ് ചോരിക്കപ്പാനി. ഇത് ഇമ്മോറാലിറ്റിയെ കുറിച്ച് പറയുക. അവിഹിത ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 13:4 ഒരു വാക്യമുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. മലയാളത്തെ പറ്റിയ ഒരു ചെറിയ പ്രശ്നം. ഇംഗ്ലീഷിൽ അങ്ങനല്ല. Marriage is honorably old and the bed is undefiled. ശരി തർജ്ജമ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹിതരുടെ കിടക്ക നിർമ്മലമാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ വാണിയാണ്. എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം ന്യായം വിധിക്കും. ഫോർണിക്കേഷൻ, അഡൽട്ടറി. 1 കൊരിന്ത്യർ 7:2 ഇത് തന്നെയാണ്. 1 Corinthians 7:2. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത്. എന്നാൽ എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തർ സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദുർനടപ്പ്, വ്യഭിചാരം,
വിട്ടോടാനാണ് വിഭാഗം. അഭീത ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യമാണ് സദൃശവാക്യം 9 വിഷയം. അതിന്റെ മുൻ വാക്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അശുദ്ധമായ, അഭീതമായ, ഇല്ലിസിറ്റ്, ഇല്ലീഗൽ, ഇമ്മോറൽ. കേൾക്കണം, ഇല്ലിസിറ്റ്, ഇല്ലീഗൽ, ഇമ്മോറൽ റിലേഷൻഷിപ്പ്. The relationship outside the marriage, അതും ബിഫോർ ദ മാരേജ്, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അങ്ങനെയുള്ള പരിപാടി, അത് ദുർനടപ്പം എന്ന് പറയുന്നത് ഫോർണിക്കേഷൻ. അഡൽട്ടറി എന്ന് പറയുന്നത് മാരീഡ് ആണ്, പക്ഷെ അവിഹിത ബന്ധമാണ്. ഇതാണ് മോഷ്ടിച്ച വെള്ളം. വേറൊരുത്തന്റെ ഭർത്താവ്, വേറൊരുത്തന്റെ ഭാര്യയെ മോഷ്ടിക്കുന്നു, വേറൊരുത്തരുടെ ഭർത്താവിനെ മോഷ്ടിക്കുന്നു. അത് സൂപ്പർ ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റ്. പിന്നെ ഒളിച്ചു തിന്നുന്ന അപ്പം, അത് ദുർനടപ്പാണ്. കല്യാണം കഴിഞ്ഞില്ല, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് നടത്തുന്ന കലാപരിപാടികളാണ്. ഇത് വളരെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ്, വെരി സൂപ്പർ ടേസ്റ്റി. പക്ഷെ ഇത് കഴിയുമ്പോൾ അവർക്ക് ഫുഡുണ്ട്. 18 വാക്യം, സദൃശവാക്യം Proverbs 9:18 എന്ന് വായിച്ചു. മൃതന്മാർ അവിടെ ഉണ്ടെന്നും വിരുന്നൊരുക്കിയിരിക്കുന്ന എവിടാ? നമ്മൾ വിളിക്കുന്നവരെല്ലാം കല്യാണത്തിൽ കൊണ്ടുള്ളവരല്ലേ? എല്ലാവരും കല്യാണം കണ്ടിട്ടുള്ളവരല്ലോ. കല്യാണം കഴിച്ചുകൊണ്ട് കഴിക്കാനുള്ളവരുണ്ട്, കല്യാണം കണ്ടിട്ടുള്ളവരുണ്ട്. ഈ കല്യാണ ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം കഴിയും. പിന്നെ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, സ്പെഷ്യൽ കേക്ക്, പിന്നെ എന്തൊക്കെയാണ് ഒക്കെ നല്ലതവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ശുശ്രൂഷ അവസാനിക്കുന്ന ഒരു അനൗൺസ്മെന്റ്. വിവാഹ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാവും. അടുത്ത ഓഡിറ്റോറിയത്തിലാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ. ഇതുപോലെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരെ എല്ലാം ഇരുന്ന് കഴിഞ്ഞിട്ട് കൊച്ചിക്കായിരിക്കാതെ എന്ന് പറയുന്നത് പോലെ മോഷ്ടിച്ച വെള്ളം, ഉളിച്ചതിന് അപ്പം, ഒന്ന് വ്യതിയാനം, മറ്റേത് ദുർനടപ്പ്. ഇത് കഴിയുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. കലാപരിപാടികൾ പൂർത്തിയായിരിക്കും, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാം. മോഷ്ടിച്ച് വെള്ളം കുടിച്ചവർ ആദ്യം കയറാം, പിന്നെ ഒളിച്ചപ്പം തിന്നവർ കയറാം. അത് താഴെ, എവിടെ താഴെ? താണ് 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 ലോവസ്റ്റ് ഹെൽ. വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ. അവിടെ ലൈറ്റില്ല, ലൈറ്റില്ല. അപ്പൊ ഒരാൾ പറയും പവർ കട്ട. എപ്പോ വരും? ഇറ്റേണൽ കട്ട. ഇവിടെ വരത്തില്ല. ഇച്ചിരി വെള്ളം ഇല്ല മക്കൾ, എന്തോ പറ്റി? വാട്ടർ സപ്ലൈ എപ്പോ വരും? ഇവിടെ വരത്തില്ല മക്കൾ. അപ്പോഴൊരു കരച്ചിൽ കേൾക്കാം. रोना अवदान दूंगी पीस ना होगा अगर जाएगा तू नरक. എന്നെ പോലെ അവിഹിത ബന്ധത്തിൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യമാർ, സ്വന്തം ഭാര്യമാരെ വഞ്ചിച്ച ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ ആരും അറിയാതെ ബോയ്സ് ആൻഡ് ഗേൾസ്, ടീനേജേഴ്സ് ഇല്ലിസിറ്റ് റിലേഷനിൽ നടത്തിയവർ നിലവിളിക്കുന്ന നിലവിളി, അവിടെ കരച്ചിലും പല്ലുവിടുമാണ്. ഇത് കഥയാണ് മക്കളെ. ആകാശമാണ്, ഭൂതലവുമാണ് ഈ വചനത്തിന്റെ സൂപ്പർ ഡെലീഷ്യസ് ആണ്. ഭാര്യാഭർത്ത ബന്ധത്തേക്കാൾ അവിഹിത ബന്ധങ്ങൾ ടേസ്റ്റി. പക്ഷേ ഒളിച്ചിരിക്കുന്ന ആ അപ്പം, ഒളിച്ചതിൽ തന്നെ അപ്പം, മോഷ്ടിച്ച് നീ കുടിച്ച വെള്ളം, പട്ടാപ്പകൽ പോലെ വീഡിയോയിൽ എടുത്തത് ഒരു ദിവസം നിന്റെ മുമ്പിൽ അത് തിളങ്ങുമെന്ന് അറിഞ്ഞെങ്കിൽ നന്നായി. വെള്ളത്തിൻ കൂമ്പേള പോലെ സുന്ദര മനോഹര നിന്റെ
younger states, my brothers, my sisters, sin is a reproach to the nation. ഈ ഗൗരവം മനസ്സിലാക്കി കാണത്തില്ല. ഇവിടെ ജനിച്ച പാപം, വളരുന്ന പാപം, മുമ്പിലിരിക്കുന്ന പാപം, അതിബലമായ പാപം, എത്തിപ്പിടിക്കുന്ന പാപം, തലയിൽ കയറിയ പാപം, നടുക്കുതിക്കുന്ന പാപം, ചീഞ്ഞു നാറുന്ന പാപം, ശരീരത്തിൽ മാരക രോഗം വരുത്തിയ പാപം, മനസ്സമാധാനം വരുത്തിയ പാപം പോരാ, അധമപാതാളത്തിന്റെ ആഴത്തിലാണ് വിരുന്നുവിളിക്കിരിക്കുന്നത് മനസ്സിലാക്കി. തീർന്നില്ല. ഈ പാപം നമ്മുടെ ഭൂമി അഫക്ട് ചെയ്യും. തുറക്കും. യശയ്യ 24:17-18-19 പ്ലീസ്. യശയ്യ 24:17 മുതൽ. കുഞ്ഞുങ്ങളെ, എർത്ത് എന്താ ഉണ്ടാകുന്നത് സയന്റിഫിക് റീസൺസ് ഒക്കെ സയൻസിലൊക്കെ പഠിക്കാം. പക്ഷേ ബിബ്ലിക്കൽ റീസൺ ബിഹൈൻഡ് earthquake എന്ന് വായിച്ചു. ഭൂകമ്പം ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നു. പേടികൾ ഓടിപ്പോയി ഒരു കുടിക്കാത്ത വീണു. പിന്നെ കുഴിയിൽ കയറിയപ്പോൾ കണിയിലാകപ്പെട്ടത് ദൈവകോപത്തിന്റെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. അതല്ലേ ഭൂകമ്പം, earthquake. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ഇളകുന്നു. പിന്നെ പൊട്ടുന്നു, കിടന്നു, കിടങ്ങുന്നു. കള്ളുകുടി ചാടുന്നതിനെ പോലെ ഭൂമി മത്തനെ പോലെ ചാടുന്നു. പിന്നെ കാവൽമാട പോലെ ഭൂമി ആടുന്നു. അതാണ് റീസൺ. അതിന്റെ അകൃത്യം അതിന്മേൽ എത്തിവെക്കുന്ന ബിബ്ലിക്കൽ റീസൺ. സയന്റിഫിക് റീസൺ നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ സയൻസിൽ പഠിച്ചു. പക്ഷേ there is a biblical reason. Every sin you commit, whether secret or public, man, woman, നീ ചെയ്യുന്ന ഓരോ പാവവും ഈ ഭൂമിക്ക് കേടുവരുത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ അകൃത്യം അതിന്റെ ഭാരമയോയിരിക്കുന്നു, വഹിക്കാൻ വയ്യാതെ. ശരീരത്തിന് കേട്, മനസ്സിന് കേട്, ആത്മാവിന് കേട്, ഭൂമിക്ക് കേട്. തീർന്നില്ല. ഈ പാപം ചെയ്തുകൊണ്ടൊരു സഭയിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്താൽ തന്നെയാണ് ആ സഭയ്ക്കകത്ത് കയറ്റിയത്. ആ സഭയുടെ ഘട്ടം പൈന് 1:5 1:5 പൈക്ക് ഫസ്റ്റ് लिटिल लेवल का होना थोड़ा सा कमी पूरा गुंडा को अटैक को कमी कर असार बुलिमा दिनते मुഴുവൻ ഉൽപ്പിക്കും. എന്താണ് അർത്ഥം? കോരുന്ന സമയം ഒരു അപ്പന്റെ ഭാര്യ വെച്ചു കൊടുക്കുന്നു. 26 ആടിപ്പാടി ചാടിക്കൂടി എന്നെ പാടി പറഞ്ഞിട്ട് 26 മൂന്ന് കുടിച്ചിട്ട് പോവുക. ഇവനെ കളയാൻ പാടില്ല. കളഞ്ഞാലത്ത് സമയമെടുക്കുന്നത് പേടിച്ചു ഞാൻ കളയുന്നു. അപ്പോഴാണ് ഓരോ ഒന്ന് കൊടുത്ത് അതിന്റെ പറയുമ്പോൾ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ പശ്ചാത്തലത്തിൽ ഒരു പാവിനെ പാപം ചെയ്തുകൊണ്ട് സഭയിലാണ് പാടി തുറന്നാൽ it will affect the blessing for the entire church. അറിയാമേ, സഭാപ്രസംഗം 10:1 നല്ല തൈലം, സ്വീറ്റ് സ്മെല്ലിംഗ് മൈൻ, ഒരു ചത്ത ഈച്ച വീണു. ഒരു ചത്ത ഈച്ച തൈലം മുഴുവൻ. Hebrews 12:15 ഒരു കൈ ഏത് സഭയിൽ മുളച്ചാൽ മതി, അനേകർ മരണപ്പെടും. ജോഷുവ 7th chapter ഒരാഖ്യാൻ സഹോദരൻ കാണിച്ച മോശം മൂലം ഒരു സഭ മുഴുവൻ പരാജയപ്പെട്ടു. തോറ്റോടി 3000 പേര് തോറ്റോടി, 36 പേര് കൊല്ലപ്പെട്ടു. ഉപദേശ ഉപവാസം പ്രാർത്ഥന തുടങ്ങി. ജനങ്ങൾ നിലവിളിച്ചു. ഒറ്റ ആഖ്യാനം സമയം ഒരു ബെഹിയാം സഹോദരി വേണ്ടാന്ന് സംസാരിച്ചു. നാക്കിനോടില്ലാതെ ഒടുവിൽ യാത്ര 7 ദിവസം മുടങ്ങി. സംഖ്യാപുസ്തകം 12ാം അധ്യായം ഒറ്റ ബലിയ തീർന്നു. യോനയുടെ പുസ്തകം വഴിതെറ്റ് ദിശയിലെ കുലി യോന കൂലി കൊടുത്ത് കപ്പൽ കയറി. പല കപ്പലിലുള്ള പിള്ളേർക്ക് ഓടിക്കാം. കപ്പൽ മുഴുവൻ മുങ്ങിയ കാരണം ആരായിരുന്നു? ഒറ്റ യോന സഹോദരൻ പിഴച്ചാൽ കപ്പൽ മുഴുവൻ മുങ്ങുമെങ്കിൽ, ഒരു വലിയ പിഴച്ചാൽ യാത്ര 7 ദിവസം മുടങ്ങുമെങ്കിൽ, ഒരാക്കാൻ പിഴച്ചാൽ യുദ്ധം മുഴുവൻ പരാജയപ്പെടുമെങ്കിൽ, ഒരു കൈക്കിടയിൽ മുളച്ചാൽ അനേകം മരണപ്പെടുമെങ്കിൽ, ഒരു ഡെഡ് ഫ്ലൈ വീണാൽ ഒരു തൈലം മൊത്തം മാറുമെങ്കിൽ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുമെങ്കിൽ, വഴി പിഴച്ചത് 1 or 2 ആ സഭയുടെ പേര്. ഞാനൊരു
ശാപമായി തീരല്ലേ. Oh, Jesus. എന്റെ presence in the church, my membership in the local church must be a blessing. Amen. Hallelujah. Hallelujah. ഞാൻ because of me stinking smell ഉണ്ടാകരുത്. പാപം ശരീരത്തിന് കേട്, മനസ്സിന് കേട്, ആത്മാവിന് കേട്, ഭൂമിക്ക് കേട്, സഭയ്ക്ക് കേട്, തീർന്നില്ല. നിനക്കുണ്ടാകുന്ന സംഭവിക്കുക വായിക്കും. പുറപ്പാട് 20:5-6. Exodus 20 verse 5 and 6 please. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. Yes. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ ഭീഷണരുള്ള ദൈവമാകുന്നു. Yes. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം. ശ്രദ്ധിക്കണം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും Third and the fourth generation വരെ നീ ജനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, 3-4 തലമുറ വരെ. അടുത്തത് എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം. Glory to God. നേരെ ചൊല്ലുന്ന അപ്പ അമ്മേ 1000 തലമുറ വരെ. Amen. സ്തോത്രം. വഴി തെറ്റിയ 3-ാമത്തെ 4-ാമത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ വരെ ദുഃഖമെന്ന് ബൈബിൾ പറയുന്നു. പിന്നെ ഡിസിഷൻ എടുക്കുന്നത് എന്തോ ശിക്ഷയെ കൊടുക്കുന്നത് അപ്പച്ചന്റെ അതെനിക്ക് പറയാൻ പറ്റുന്നത്. എനിക്ക് ഇത്രേ പറയാൻ പറ്റും. പുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുന്നത്. Amen. Hallelujah. 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ. ഒരു ഉദാഹരണം വായിക്കുക. 2 Chronicles 26:20. 2 Chronicles 2 ദിനവൃത്താന്തങ്ങൾ 26-ാം അധ്യായം 20-ാം വാക്യം വായിക്കുക. 2 ദിനവൃത്താന്തങ്ങൾ 26-ാം അധ്യായം 20-ാം വാക്യം. 26:20. മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. ഉസിയ രാജാവിനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. ചരിത്രം സാധാരണ ദിനവൃത്താന്തന്മാർ വായിക്കാറില്ലല്ലോ. എല്ലാവരും സങ്കീർത്തനമല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സങ്കീർത്തനം പൊങ്ങി വരുന്നത്. അമ്മമാർ പിള്ളേരെ പഠിപ്പിക്കും. നല്ല ലോഡി ഇഷ്ടപ്പെടായില്ല ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. സങ്കീർത്തനങ്ങൾ പഠിക്കാൻ വായിക്കുന്നത് സാക്ഷി പറയുമ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്യം 95% കാരണം അതേ വായിക്കുന്നു. എളുപ്പം വായിക്കാൻ സങ്കീർത്തനം ഒന്ന് ഉറങ്ങാൻ എളുപ്പമായി വായിച്ചത്. പക്ഷേ ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പലരും വായിക്കാറില്ല. പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ഉസിയാറിന്റെ എന്ന് പറയുന്ന രാജാവുണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ ട്യൂഷൻ കിട്ടിയ ഒറ്റ മനുഷ്യൻ പോലും സയൻസിന് ട്യൂഷൻ, ഫിസിക്സിന് ട്യൂഷൻ, അല്ലെ സോഷ്യൽ സ്റ്റഡീസിന് ട്യൂഷൻ, കെമിസ്ട്രിക്ക് ട്യൂഷൻ. പക്ഷെ ആർക്കെങ്കിലും അറിയാം സൺഡേ സ്കൂളിൽ ട്യൂഷൻ കൊടുത്തത് അതിന്റെ 26-5 ട്യൂഷൻ മാസ്റ്ററുടെ പേര് സെക്രട്ടറിയാണ്. സെക്രട്ടറി പ്രവാചകനാണ്. ഇവനെ ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ച് വന്നു. അപ്പൊ നമ്മെ 10 ഓവർടൈം ഒക്കെ ആയിരുന്നു. എനിക്ക് എന്തോ എനിക്കറിയില്ല ട്യൂഷൻ മാസ്റ്റർ. പക്ഷെ അവന് നല്ല നിലയിൽ വന്നു. അവനെ പോയി അന്വേഷിച്ചു. അതാണ് 56 കൊല്ലം 50 വർഷം അവൻ നന്നായി ശോഭിച്ചു. കീർത്തി ബഹുദൂരം പറഞ്ഞു. ആകാരമുണ്ടായി. അവൻ ദൈവാലയത്തിൽ വന്നു. 81 priest യൂണിഫോം കുപ്പായം, മാർപ്പതക്കം, നീളക്കുപ്പായം റെഡിയായിട്ട്, തലപ്പാവ്, എഫോദ്, മാർപ്പതക്കം, നീളക്കുപ്പായം. 81 priest നിൽക്കുന്നുണ്ട്. പറഞ്ഞു, സർ പ്ലീസ് ദയവ് ചെയ്ത് വഴി മാറണം. ഇത് ദേവാലയം, കസേരയിൽ ഭരിക്കേണ്ടത് നിന്റെ ജോലിയാണ്. ദൈവാലയത്തിലെ ശുശ്രൂഷ ഞങ്ങൾക്കാണ്. പുരുഷന്മാരാണ്. നീ കൊണ്ടാകുന്നു. ഞാൻ ദേവാലയം എന്താ വേണ്ട മഹാരാജാവല്ലേ, ആർക്കും വരാൻ പറ്റില്ല. 81 priest ചുറ്റാക്ക് പോകയാൽ അവരുണ്ടാതെ ഞങ്ങൾക്ക് സൂക്ഷിച്ചു. ധൂപകലശം പിടിച്ചുടിരിക്കുമ്പോൾ ദൈവകോപം വന്നു. അവൻ എന്ത് രോഗം ഉണ്ടായത്? കുഷ്ഠം. എവിടെ പോയത്? ഒരു സഹോദരിയുടെ നെറ്റിക്ക് കുഷ്ഠം പൊങ്ങുവാണെങ്കിൽ സാരിയുടെ തുമ്പ് ചുന്നിയോ ചുരിദാറോ വലിച്ചിട്ട് അലരിയ പറഞ്ഞു. ഇത് സഹോദരൻ തലം കൂടുന്നവരല്ല. അപ്പോൾ മനസ്സിലാക്കണം, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് തുടങ്ങണത്ത് ഞാൻ 48 വർഷങ്ങൾ സഭയിലിരിക്കുന്നു. 10-25 ഭരണം നിയന്ത്രിക്കുന്നു. ദൈവസഭ എപ്പോഴാണ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുവാന്നല്ല മനസ്സിലാക്കണം. കമ്മിറ്റിക്ക് കൊടുക്കാൻ വയ്യ, ജനബോഡിക്ക് കൊടുക്കാൻ വയ്യ, മൂപ്പന്മാർ ചിലർ ഇങ്ങനെ വരുമ്പോ ഞാൻ കോർട്ടും കച്ചേരിയും റൗഡിസും ഗുണ്ടാസും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. മുട്ടുമേ കോടതിയിൽ ഒരു കോടതി ഞാൻ കിടക്കും. എല്ലാവരും കടന്നു പോകുന്നു. ഇവനൊക്കെ കോടതിയിൽ പോകുമ്പോ എന്റെ കോടതി രാത്രി 3 o'clock കഴിഞ്ഞു. എന്റെ ലോ ബുക്ക് എന്ന് പറയുന്ന ഈ ബുക്ക്
പീസ് എന്ന് പറയുന്നത് എന്റെ കണ്ണുനീര് ആമേൻ. കൂട്ടിലൊതുക്കി എന്റെ മുമ്പിൽ കൊണ്ട് മുട്ട് കുത്തിച്ചിരുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഊർക്കല, പിന്നെ പത്തനംതിട്ട, പിന്നെ തിരുവല്ല, പിന്നെ ഇങ്ങനെ എത്ര കോർട്ടിലൊക്കെ ഈ പാവപ്പെട്ടവനെ കൂടെ പ്രതിയാക്കി കേസ് വരും. പക്ഷെ ഒറ്റ കോടതിയുടെ വാതിൽ ഇതുവരെ പോകാൻ ഇടയാക്കിയിട്ടില്ല. മുട്ടുമേക്കോളം മറ്റതെല്ലാം പരാജയപ്പെട്ട് തോറ്റു തൊപ്പിയിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് കുറെ പറയാം. കാരണം സ്വർഗത്തിൽ ഒരു ആമേൻ. ഹല്ലേലൂയ. ഉയരുന്ന ഒരായുധവും ഒടുക്കാൻ ആക്കപ്പെട്ടില്ല. ആ സമയത്ത് ദൈവം ഇടപെട്ടു. നെറ്റിമേൽ പുഷ്പം പൊങ്ങി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കും ജനകൂടിക്കും മൂപ്പന്മാർക്കും എൽഡേഴ്സിനും പാസ്റ്റർക്കും ഫാമിലിക്കും ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മേലോട്ട് കൊടുത്തേക്കണം കേട്ടോ. മേലോട്ട് കൊടുക്കണം. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദിവസങ്ങളിൽ ശബ്ദിക്കുമ്പോൾ അവൻ തന്നെ കൂടി. അവൻ അവിടുന്ന് പുറത്തു പോയി പാപം മുതൽ. പക്ഷെ ഇന്നലെ ഇവിടെ വായിച്ചത് ഇവന്റെ മോനുണ്ടായ കാര്യം പറയണം. ഇവന്റെ മോന്റെ ഗുണം ചാപ്റ്റർ 27 വേഴ്സ് 2 2 ദിനവൃത്താന്തങ്ങളിൽ തന്നെ 27-ാമത്തെ 2-ാം വാക്യം. അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും ഒറ്റ സമാധാനത്തിന് കയറി. അപ്പന്റെ പേര് ഉസിയാവ്, മോന്റെ പേര് യോധ. ഇവന് കൺവെൻഷനൊക്കെ നടക്കും. സ്വതന്ത്രമായിട്ട് കൊടുത്തേക്കും. ആഹാരമാകുന്നൊക്കെ കേൾക്കുകയും പക്ഷേ സ്വഭാവത്തിൽ കയറിയിരിക്കത്തില്ല. യഹോവയുടെ ആലയത്തിലേക്ക് അവൻ തെള്ളി ഇറക്കി വിട്ട അപ്പന്റെ ഉണ്ടായ മോനെ പിടിച്ചു വലിച്ചാൽ യോധ കയറിയിരിക്കുന്നില്ല. ഇനി എവിടെയൊരു മോനുണ്ടായി, മിസ്റ്റർ കൊച്ചുമോൻ. ആ പേരോ കൊച്ചുമോന്റെ ഗുണം കേൾക്കണം. ചാപ്റ്റർ 28 വേഴ്സ് 24 2 ദിനവൃത്താന്തങ്ങൾ 28-ാം അധ്യായം 24-ാം വാക്യം. ആകാശ ദൈവാലയത്തിലേക്ക് വരും. ദയാലപിച്ചോർന്ന അത് വളരെ നല്ല വരുന്നത്. ദേവാലയത്തിലെ ഉപകരണങ്ങളില്ലേ മാറ്റില്ലെല്ലാം രാവിലെ വന്ന് എടുക്കും. ഞാനൊക്കെ എടുക്കുമായിരുന്നു. 25 വർഷം ആരാധന നടന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്. കൊച്ചിൽ. അപ്പൊ തന്നെ എന്റെ സഹോദരിമാർക്ക് ഉടനെ മുമ്പേ ഞാൻ മേശ, കസേര എല്ലാം തുടയ്ക്കും. ഈ ചെറുക്കൻ ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് തുടച്ചും ഉടച്ചു കസേരയൊക്കെ തുടച്ച് ടേബിളൊക്കെ തുടച്ചിട്ട് ഈ ചെറുക്കൻ യവൻ അപൂർവം എടുത്തിട്ട് അവയെ ഉടയ്ക്കുക. തല്ലി പൊട്ടിക്കുന്ന ഒരു തല്ലിപ്പൊടി ചെറുക്കൻ എടുക്കുക, ഉടയ്ക്കുക. പിന്നെന്തോ ചെയ്തു? ഓട് കൂട്ടി താക്കോലോട് ചെറുക്കും എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക. ഇവന്റെ അപ്പനായിരുന്നു ഇതിൽ നല്ലത്. കാരണം സ്വഭാവത്തിന് വരത്തില്ലെന്ന് പറഞ്ഞു പോകുന്നൊരു കൂട്ടം ഞാൻ വീട്ടിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അക്കന്മാരുടെ അകത്ത് സന്ദർശിക്കുന്ന കാര്യം പറയും. ഉസിയാവ് വലിയ ചെറിയ സമയത്ത് പുറത്താക്കി. ദൈവം തന്നെ പുറത്താക്കി. മോന്റെ കാലം വന്നപ്പോൾ യോധന കയറത്തില്ല. കൊച്ചുമോന്റെ കാലം വന്നപ്പോൾ ഒരുത്തനെ യോധന കയറ്റത്തില്ല. അവൻ സവായത്തിൽ വരുന്നത് വേദപുസ്തകം, പാഠപുസ്തകം, സ്വത്രാട്ടി ഇടാനുള്ള പൈസ, ഇതൊന്നുമില്ല. പിന്നെ അവൻ്റെ ഇരുമ്പുപടി, കുറുവടി, മുളകടി, മുളകുപൊടി ഇതുകൊണ്ടാണ്. ഇരുമ്പുപടി, കുറുവടി, മുളകടി, മുളകുപൊടി. കാരണം അവന്റെ ജോലി എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക. വിത്ത് ഗുണം 10. എല്ലാ അപ്പന്മാരും അമ്മമാരും ശ്രദ്ധിക്കണം. സഹോദര സഹോദരി, നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളോട് സന്തോഷിക്കാം. നേരെ രൂപ നടന്ന അങ്ങനെ അച്ഛനോട് വായിക്കാം. ഫസ്റ്റ് ക്രോണിക്കൽസ് 25:5-6. 1 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായം 5 മാർഗ്ഗം വായിക്കും. ഫസ്റ്റ് ക്രോണിക്കൽസ് 25:5-6. ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ മക്കളുണ്ടായി. എത്ര? 14 പിള്ളേർ, 3 പെൺപിള്ളേർ. അപ്പം എല്ലാവരും പറഞ്ഞു എത്ര പിള്ളേർ? 14 പിള്ളേരുണ്ടോ? 2 പോറ്റാൻ പെൺപിള്ളേർ 3.
നാടിയത് 14+3 എത്ര ഉണ്ട്? 78. സ്വാഭാവികമായും പിള്ളേരുണ്ടോ നോക്കിയാൽ അടുത്ത വാക്യം 17 പിള്ളേരുടെ അപ്പൻ. ഇവരെല്ലാവരും ദൈവാലയത്തില് ശുശ്രൂഷയ്ക്ക് ഈ 17 പിള്ളേർ സ്വാഭാവികത്തിൽ വന്നാൽ നിരന്തരയായിരുന്നു പാട്ട് പാടി. പാർക്കിംഗ് ലോട്ടിലോട്ട് ഇപ്പൊ കാർ പാർക്ക് ചെയ്തിട്ട് റിമോട്ടും കൊണ്ട് പോക്കറ്റിൽ കൊണ്ടുവരുന്ന കാലങ്ങളിലെ ഹേമാനപ്പത്തിന് കാറില്ല, റിമോട്ടില്ല, കണ്ടിട്ടില്ല, സൈക്കിളിൽ ബൈക്കില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഹേമാനപ്പത്തിന് വീട് സ്വാഗതം തോന്നേ? ഞാൻ വെച്ചാൽ ഹേമാനപ്പച്ചൻ മുമ്പേ കൊന്നു, ഹേമാനപ്പച്ചി പുറകെ കൊന്നു, 14 പിള്ള എന്റെ പുറകെ കൊന്നു, 3 പിള്ള എന്റെ പുറകെ കൊന്നു, 14 3 17 2 19. പിന്നെ 5-6 ദാസിദാസന്മാർക്കുണ്ടെങ്കിൽ ഒരു ലോകസഭ തുറന്നല്ലേ? എന്നാൽ അവിടെ തുടങ്ങാതെ അവർ ദൈവാലയത്തിൽ പോയി ഒരറ്റ മുതൽ മറ്റേറ്റം വരെ ഒരുമിച്ച് പാട്ട്. ഞാൻ എടുത്ത വേദപുസ്തകം മക്കൾക്ക് കൊള്ളാം, പാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാം, എത്ര മാതാപിതാക്കളാണ്. Child learns more through observation than through instruction. ആവർത്തനം 6:6-7. Look, Deuteronomy chapter 6 verse 6 and 7 please. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കൂ. ഇത് പപ്പമാരോട് മമ്മിമാരോട്, ഡാഡി മമ്മിമാരോട് പറയുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ പപ്പായി മമ്മിയുടെ ഹൃദയത്തിൽ ഇരിക്കണം. അടുത്തത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിലിരിക്കുമ്പോഴും ധാരാളം വഴി നടക്കാറില്ലല്ലോ. പിന്നെ കാർ വിളിക്കുമ്പോഴും വിചാരിച്ചു അന്ന് കാറില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും പിന്നെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ കേട്ടോ. സൺഡേ സ്കൂൾ പഠിപ്പിച്ചാൽ പോരാ, സൺഡേ സ്കൂൾ പഠിപ്പിക്കണം, അത് പോരാ. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ വഴി നടക്കുമ്പോൾ ബൈബിൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പഠിപ്പിക്കുമ്പോൾ നടക്കുമ്പോൾ പക്ഷെ പഠിപ്പിക്കുന്നു ഒരു കാര്യം ചെയ്യണം. ഈ വചനം നിന്റെ എവിടെ ഇരിക്കണം? അതിനെന്താണ്? ഇപ്പൊ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് പറയണം, ഇതുവരെ എൻ്റെ ബാഗ്, എൻ്റെ ബൈബിള് എൻ്റെ തലയുടെ കീഴിലും ലേഡീസ് ബാഗിലും വാനിറ്റി ബാഗിലും പിന്നെ പെട്ടിക്കകത്തും മേശപ്പുറത്തും മൂലപ്പലയിലൊക്കെ ഇരുന്നത്. ഡോക്ടർ ഹാർട്ടും ഓപ്പറേറ്റ് ചെയ്ത് ഇതിനടുത്ത് വെച്ച് കുത്തിക്കെട്ടി തരാൻ പറഞ്ഞാൽ നിന്നെ വേറെ വാർഡിലേക്കും ദിമാഗ് ഖരാബ് കഴിയാൻ. കാർഡിയോളജിയിലെ ഹാർട്ടല്ല, തിയോളജിയിലെ ഹാർട്ട്. കാർഡിയോളജി വൈദ്യശാസ്ത്ര ഹൃദയമല്ല, വേദശാസ്ത്ര ഹൃദയം. മുഷ്ടിയുടെ വലിപ്പമുള്ളതും രക്തപ്രവാഹത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഓർഗൻ ഓഫ് ദ ബോഡിയാണ് ഹാർട്ട്. അതിനാണ് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഓപ്പൺ ഹാർട്ട് സർജറി എന്നൊക്കെ പറയുന്നത് ഒരു ഓർഗനാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഹൃദയം ഒരു ഓർഗനല്ല. The heart in the Bible is not an organ of the body. It is the center place of your thoughts, emotions, imaginations, willpower, desires and decision. इच्छा, इरादा, भावना, विचारधारा इत्यादि बातों के केंद्र स्थान. इच्छा, विकार, बुद्धि, तीर्मान शक्ति, സ്വഭാവ രൂപവൽക്കരണം ഇതിന് ആസ്ഥാനമായ ഹൃദയത്തിന്റെ അകത്തുണ്ട്. ഇൻവിസിബിൾ ഹാർട്ട്. ഈ ഹാർട്ടിൽ ബൈബിൾ വെക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വരണം. ചൈൽഡ് ലേൺസ് മോർ ത്രൂ ഒബ്സർവേഷൻ ദാൻ ത്രൂ ഇൻസ്ട്രക്ഷൻ. പ്രശിക്ഷണത്തെക്കാൾ നിരീക്ഷണത്തിലെ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. മനസ്സിലായോ? വീട്ടിൽ അന്തരീക്ഷം ഇത്ര നമ്മൾ സ്കൂൾ പഠിച്ചു, മെമ്പർസ് പഠിച്ചു, 119 സെക്കൻഡ് മൊത്തം കാണാമെന്ന് പറയാം. നല്ല കാര്യം. അവാർഡ് കിട്ടി, ക്രൗഡ് കിട്ടി, ഒത്തിരി കിട്ടി, പാട്ടുകളറിയാം, നല്ലതാണ്. പക്ഷെ ഇവിടെ ഭാവി നന്നാവണമെങ്കിൽ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ വചനം വേണം. എന്നുവെച്ചാൽ പ്രാക്ടിക്കൽ ലൈഫ് വേണം. പ്രാക്ടിക്കൽ ലൈഫ് വേണം. വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ അവർ നിവർത്തിക്കണം. ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പോകുന്നതൊക്കെ ഫാമിലി കോൺഫറൻസ് ഉണ്ടാക്കി. ഇവിടെ അതിനുള്ള സമയമില്ല, നാളെ പോകുന്നത്. അപ്പൊ ഞാൻ അതെല്ലാം പഠിപ്പിക്കും, മണിക്കൂറുകൾ പഠിപ്പിക്കണം. Who is the husband, who is the wife, that. അപ്പൊ അവർ കീപ്പ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യും.
ഇതെല്ലാം പിള്ളേരുടെ വെച്ച് ഈ അരിപട്ടം അടിയായി, മേളമായി, സന്ധിയായി, ഉഷസുമായി ഒന്നാം ദിവസം, ഇടിയായി, തൊടിയായി, ചവിട്ടായി, തെറിയായി, സന്ധിയായി, ഉഷസുമായി രണ്ടാം ദിവസം. ഇവര് പിള്ളേരെ നമ്മൾ സ്കൂളിൽ വിട്ടുകൊണ്ട് ഗുണമുണ്ടാവും, ഒരു ഗുണമുണ്ടാകുന്നു. കാരണം ഇവർ വീട്ടിൽ കാണുന്നില്ല. പിന്നെ മനസ്സിലാക്കണം അവർ പരസ്പരമുള്ള സ്നേഹം, കുടുംബ പ്രാർത്ഥന, ഫാമിലി ലൈഫ്, ഹസ്ബൻഡ് വൈഫ്, അവരുടെ ഡീലിങ്സ്, മമ്മി പപ്പ, അവർ ഗോഡ് ഫിയറിംഗ് മനസ്സിലാകുമ്പോൾ child learns more through observation than through instruction. അപ്പോൾ ഈ സഭയുടെ കുറ്റവും പാസ്റ്ററുടെ കുറ്റവും സെക്രട്ടറിയുടെ കുറ്റവും ഒക്കെ പറയണമെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഇരിക്കും പറഞ്ഞാൽ അന്നേരം അവർക്ക് മലയാളം നല്ലോണം മനസ്സിലാവും. ഈ കാവളം പിള്ളേർ ഈ ബൈബിൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവർ വേറെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ കുറ്റം പറഞ്ഞാൽ അവരുടെ കുറ്റവും ഭാര്യയുടെ കുറ്റവും സെക്രട്ടറിയുടെ കുറ്റവും പറഞ്ഞാൽ ഈ പിള്ളേർ നന്നായിട്ട് മലയാളം ഇതൊക്കെ ഒത്തിരി പഠിച്ചു മലയാളം അല്ലെങ്കിൽ ആയിരം മലയാളം ഇത് പറയാൻ ആയിരം മലയാളം. അപ്പോൾ ഇതങ്ങ് പോയി കഴിഞ്ഞാൽ അവർ കേക്ക് പൊളിറ്റിക്സ് ചർച്ച കാര്യങ്ങൾ പറയാതിരിക്കണം. എത്ര ഗ്രാമം ഇൻസ്ട്രക്ഷൻ തലച്ചോറി എന്ന് പറയുന്നത് സുവിശേഷം അനുഭവത്തിൽ. ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ ചോദിച്ചതാണ് 10 ducks 10 താറാവുകൾ ഒരു കുളത്തിന്റെ കരയിൽ ഇരിക്കുന്നു, 5 താറാവുകൾ കുളത്തിലിറങ്ങി, ബാക്കി എത്ര എണ്ണം കാണും? സിമ്പിൾ അരിത്തമാറ്റിക്. 10 - 5 = 5. 10 താറാവ് ഇരിക്കുമ്പോൾ 5 എണ്ണം കുളത്തിലിറങ്ങി, ബാക്കി എത്ര കാണും? 5. ഒരു കുട്ടി എഴുതുന്നത് സാർ അതിശയിച്ചു. ഒരു അഗ്നി പറയണ കറക്റ്റ് ആൻസർ അവൻ പറഞ്ഞു 0. 10 ന് 5 അല്ല 5 അറിയില്ല കുട്ടി അറിയാം. പിന്നെ 0 കിട്ടി. കുട്ടിയുടെ മറുപടി കേൾക്കണം. സാറേ 10 - 5 എത്ര നല്ലോ സാർ ചോദിച്ചത്. 10 താറാവ് ഒരു കുളത്തിന്റെ കരയിൽ ഇരിക്കുമ്പോൾ 5 താറാവ് കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി ബാക്കി 5 എണ്ണം ഇരിക്കല്ലേ സാറേ? അതിന് കുറെ നേരം ഞാൻ താറാവിനെ തീരുന്നല്ലോ മോനെ मास्टर जी आपको बतखों के गिनती मालूम, मुझे बतखों के आदत मालूम. Sir, you know the calculation of the ducks, I know the carrot of the ducks. സാറിന് താറാവിന്റെ കണക്കറിയാം. Praise the Lord. Hallelujah. അപ്പ അമ്മ അനുഭവിക്കാനല്ല വചനം പഠിപ്പിക്കേണ്ടത് അനുഭവസ്ഥ. അനുഭവിച്ചു പഠിപ്പിക്കൂ. ആദ്യം ഹൃദയത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുത്തൂ, പിന്നെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കൂ. അങ്ങനെയാണ് നിങ്ങളുടെ സന്തതി തീർന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വേഗം വായിക്കാം. ഫസ്റ്റ് ഇതിന്റെ പരിഹാരം 1 Peter 2:24 2:24 1 Peter 2:24 പ്ലീസ്. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം വെച്ചുകൊണ്ടുകൊണ്ട് പിന്നെ സഹോദര പാപത്തിന്റെ ഗൗരവം കണ്ടെന്ന് ആ കണ്ടുകൊണ്ട് അതിന്റെ പരിഹാര മാർഗത്തെ കാണുന്നു. ക്രൂശിലേക്ക് 1 Peter 2:22 he knew no he did no sin. And over the അധ്യായത്തിൽ he knew no sin. 1 John 3:6 in him there is no sin. 3 കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാപം അറിയാത്തവൻ, 2 പാപം ചെയ്യാത്തവൻ, 3 പാപമില്ലാത്തവൻ. He knew no sin, he did no sin, in him there is no sin. ഇത് ത്രികാല നിഷ്പാപത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. അനാദികാലം മുതൽ വേദനയിൽ പിടുത്തെടുത്തുവരെ നമ്മുടെ പ്രാണപ്രിയൻ പാപം അറിഞ്ഞിട്ടില്ല. വേദനയിൽ മുതൽ കാൽവരി ക്രൂശ് വരെ പ്രാണനാഥൻ പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇത് നിത്യത വരെ അവനിൽ പാപമില്ല. മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പ് പാപം അറിഞ്ഞില്ല, മനുഷ്യാവതാര കാലത്ത് പാപം ചെയ്തില്ല, അതിനുശേഷം അവനിൽ പാപമില്ലെങ്കിൽ നിത്യത മുതൽ നിത്യത വരെ നിർമ്മലൻ നിഷ്കളങ്കൻ. പ്രസവത്തിൽ ഒരാളെ കുറിച്ച് ലോകത്തുള്ളൂ, നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഇത് ഒറ്റയാണ്. നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയായി ജനിച്ചു. Who will convince me of my sin? നിങ്ങൾ എല്ലാവരുടെ പാപത്തെ കുറിച്ച് ബോധം വരുന്നു. പക്ഷെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ കാൽവരിയിൽ ക്രൂശിൽ തലയിൽ നാവണ്ണാക്കൂട് പറ്റി നീളത്തിൽ ചുടച്ചുടായി ചോര ചിന്തിയത് നിന്റെ
Pentecostal family, I don't care. Committee member family, I don't care. എന്റെ ഒറ്റ ചോദ്യം, did you get forgiveness to your sin personally? Children, there is no family salvation, no traditional salvation, no social salvation, no common salvation. There is only personal salvation. Amen. Hallelujah. I was born and brought up in a very good Christian family. At the age of 8, I accepted Jesus as my Savior. I accepted the Lord as my Savior. അതുകൊണ്ട് അങ്ങനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തിന് മരിക്കും. നീതി ജീവിച്ചാലും ചത്തി ജീവിച്ചും അതിന്റെ ഊർജ്ജം അർത്ഥമുണ്ട്. I am dead to my sin and I am living for righteousness. Hallelujah. ഈ രണ്ട് പദവും കൂടെ നമ്മൾ ഒരു വാക്യത്തിൽ കേട്ടോ. നമ്മൾ ആദ്യം വായിച്ച വാക്യം നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. പാപം, ഈ രണ്ട് പദം ദൈവം. പാപത്തിന് മരിക്കുക, നീതി ജീവിക്കുക. ക്രൂശിന്റെ അടിവാരത്തിൽ വരുമ്പോൾ തന്നെ ഇനി ആ കർത്താവ് വേഗം വരും. അത് വായിച്ച് അവസാനിപ്പിക്കാം. Hebrews 9:28 വായിച്ച് അവസാനിപ്പിക്കാം. Hebrews 9:28. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, തിരിച്ചു പോയി. അപ്പച്ചൻ പറഞ്ഞു, മനെ ഇവിടെ വാ. Sit thou on my right hand until I make your enemies your footstool. നിന്റെ ശത്രുക്കളെ പാതകമാക്കുമ്പോൾ നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കും. ഇപ്പോഴവിടെ ഇരുന്ന് സഭയെ പണിയുമോ? പെട്ടെന്ന് പിതാവ് മനെ bring your bride, നിന്റെ മണവാട്ടി കൂട്ടിക്കൊണ്ടുവരാൻ പറയും. ആകാശമേഘങ്ങളിൽ 10,000 പരമസുന്ദരനായ ആത്മമണവാണ്. ഇത് എന്റെ ജനങ്ങളുടെ കരയിൽ വരിക എന്ന് വിളിക്കും. കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത പരിശുദ്ധ മണവാട്ടി ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണ്. ദൈവസഭയെ നിർമ്മല കന്യകയാണ്. വിവാഹവേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മണവാട്ടി അവർക്കായി ഒരുക്കിയിരിക്കുന്ന സീറ്റിലേക്ക് വരാമെന്ന് കാർമികൻ വിളിച്ചു പറയുമ്പോൾ മണവാളൻ ആദ്യം വന്നിരിക്കും. 1000 സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ മത്സരിച്ചോട്ടങ്ങളുണ്ടോ? എനിക്കിരിക്കണമെന്നോ? 150 കോടി ആളുകൾ ലോകത്തുണ്ടെങ്കിലും ആ മണവാളന്റെ വലത്തിരിക്കാൻ ഒറ്റ മണവാട്ടി വരത്തുള്ളൂ. മുമ്പേ വന്നവരുണ്ട്, സൗകര്യമുള്ളവരുണ്ട്, ശബ്ദമുള്ളവരുണ്ട്. പക്ഷെ അവിടെ നല്ല വിഷയം PT ഉഷയേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിവുള്ളവരുണ്ട്. ഓടുന്നൊന്നും അവരുടെ വിഷയമില്ല. Only one woman, only one bride ദിവസങ്ങൾക്ക് മുമ്പേ ഇതിനായി കാത്തിരുന്നത്. ഇതുപോലെ കർത്താവ് വരണ്ട. എന്റെ കർത്താവ് എപ്പോൾ വരും? എന്റെ പ്രാണപ്രിയൻ എപ്പോൾ വരും? കാരണം ചുളുക്കൊന്നുമില്ല. കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ പാപം കൂടാതെ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇനി പാപം വഹിക്കാനല്ല വരുന്നത്, പാപ മോചനം പ്രാപിച്ചവരെ കൊണ്ടുപോകാനാണ് വരുന്നത്. ഒരു നിമിഷം എഴുന്നേൽക്കാം. നമ്മുടെ കരങ്ങൾ സ്വന്തത്തിലേക്ക് എല്ലാവരും കണ്ണുകൾ നടക്കണം. എല്ലാ പറയുന്നതും നടക്കട്ടെ. എല്ലാ ഹൃദയവും എല്ലാ അക്ഷരങ്ങളും വചനം കേട്ടേച്ച് പോകുന്നവരായി തീരരുത്. നിങ്ങളെ തന്നെ ചതിക്കരുത്. നീതി ജാതിയെ ഉയർത്തും, പാപമോ വംശങ്ങൾക്ക് അപമാനം. ഇടവും വലവും നോക്കാതെ 2 മിനിറ്റ് സമയം ഹൃദയത്തോട് രഞ്ജത്തെ കൈവച്ച് അല്ലെ ഹൃദയത്തോട് ചോദിച്ച് നിങ്ങൾ പാപത്തിൽ ജനിച്ചെടുക്കണം. അത് വളരുന്നു, അത് നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നീ കീഴടക്കിയില്ല, അതിബലമാകുന്നു, പിന്നീട് എത്തിപ്പിടിക്കുന്നു, പിന്നീട് തലയിൽ കയറുന്നു, പിന്നീട് സ്റ്റിങ്കിങ് സ്മെൽ വരുത്തുന്നു, അത് കഴിഞ്ഞ് നിന്റെ നടു കുനിയിക്കുന്നു, പിന്നെ നിന്റെ ശരീരത്തിൽ മാരക രോഗം വരുത്തുന്നു. പല രോഗങ്ങൾക്കും പരിഹാരം മെഡിക്കൽ സ്റ്റോറില്ല. എന്റെ മേലുള്ള ശിക്ഷയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ എന്റെ മുമ്പിൽ വന്ന് ആരും പാപമായിട്ട് പറയണ്ട. ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. യേശുവിനോട് ഏറ്റു പറഞ്ഞ് പറ്റും.
യേശുവിനേറ്റ് പറഞ്ഞ് പറ്റും. പിന്നെ മനുഷ്യരോട് ചെയ്ത ദ്രോഹങ്ങളാണെങ്കിൽ മനുഷ്യരോട് പറയാം. എന്നാൽ കർത്താവെ തെറ്റുകൾ സംഭവിച്ചു, എന്നെ നന്നായി കഴിയണമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ചിലർക്ക് രോഗസൗഖ്യം ഉണ്ടാകും. ആകൃത്യം ഹേതുവായിട്ടാണോ? ആരെയും വരൾച്ചകളും നെഞ്ചൊടിച്ചു, വശം കെട്ടു, കണ്ണിന് വെളിച്ചമില്ലാതായി മനസ്സമാധാനം കെടുത്തുന്ന പാപം, ശരീര രോഗം വരുന്ന പാപം, പാതാളത്തിന്റെ ആഴത്തിൽ വിരുന്നൊരുക്കുന്ന പാപം, മക്കളെ നശിപ്പിക്കുന്ന പാപം, സഭയെ നശിപ്പിക്കുന്ന പാപം, ഭൂകമ്പം വരുത്തുന്ന പാപം, പരിഹാരം എവിടെ? രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 മീൻ തോന്നിക്കൊണ്ടു ധാരധാരയായി ചോര ഒഴിക്കുന്നു. പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപമില്ല. അവന്റെ രോമം വലിച്ചു പറിച്ചു, കൈയും കാലും ആടി തറച്ചു, പുറം മുഴുവിച്ചാലുകൾ പോലും നീളത്തിൽ കിടക്കുമ്പോൾ മട്ടൻ കടയിലൊക്കെ ഇറച്ചി തൂക്കിയിടുമ്പോൾ ഈ ചുമ ഓടിച്ചു കളയാനാണെന്ന്. ഈ ശരീരത്തിൽ പറ്റുന്ന ഈച്ചയോ കൊതുകോ ഉണ്ടെങ്കിൽ ആരും കുടിക്കാനില്ല. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഫാദർ forgive them, for they will not know what they do. ഇതൊരു തീരുമാനം ചെയ്തേ പോകാവൂ, ഒരു ശുദ്ധീകരണം പ്രാപിക്കേ പോകാവൂ. ഇതുവരെ രക്ഷിക്കപ്പെട്ടാൽ പാപത്തിൽ ഞാൻ മരിക്കും, നീതിക്ക് ഞാൻ ജീവിക്കും, യേശുവിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവങ്ങളോട് സംസാരിച്ചു ഒരു തീരുമാനമേ ചെയ്യൂ. ഒരു ശുദ്ധീകരണം നിനക്ക് ആവശ്യം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതല്ല, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതൊക്കെയാണ്. പക്ഷേ ഈ അവസ്ഥയിലാണോ? എല്ലാവരും ഹൃദയം പാപത്തെ സ്നേഹിച്ച ഞാൻ മാത്രമല്ല ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവൻ വന്നിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ അവൻ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്റെ യേശു എന്നോട് സംസാരിച്ച് നിശ്ചയമുള്ളവരുടെ നമുക്ക് വിളിക്കാം. Yeah.
Praise the Lord. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ദൈവമാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഡിനോമിനേഷനിൽ നമ്മൾ സംസാരിച്ചു. ദൈവത്തിന്റെ വചനം രാത്രികാലം വാസ്തവമായ ഹൃദയങ്ങളെയും രാത്രികാലം ടച്ചിരിക്കുകയാണ്. നീതി ജാതിയെ പാവമോ വംശങ്ങൾക്ക് അപമാനമാകുന്ന രാധികാലം ദൈവാത്മാവ് സംസാരിച്ച ദിവസം ഇത് അവസ്ഥയെ ദൈവം എടുത്തുപയോഗിച്ച് സ്തുതിക്കാം. സ്തോത്രം ദൈവം നാളെ രാത്രികാലം സ്തോത്രം സംസാരിക്കുന്ന വേണ്ടി നമുക്ക് ഇതോടെ പ്രാർത്ഥിക്കാം. കടന്ന എല്ലാവരെയും അവസാനത്തിൽ നമ്മുടെ മടക്കിയാവുകയും ദൈവത്തിന്റെ സ്ഥാനം കൊണ്ടിരിക്കാം. രാത്രികാലം സ്തോത്രം നാം കിടക്കയിലായിരിക്കുമ്പോൾ നാം ഭവനത്തിലായിരിക്കുമ്പോൾ ഒന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സ്തോത്രം ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം അതുണ്ടായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം നാളെ പകൽക്കാലം വീണ്ടും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ വിടുതലോടെ കടന്നു പോകുന്ന ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീവത പ്രാർത്ഥിക്കുമ്പോൾ മീറ്റിംഗ് അവസാനിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ദിവസം ആശീർവാദം പറയുന്നത് Glory to God, glory to God. Glory to God.
സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കാവലും നാം എല്ലാവരോടും ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മൂലം ഇന്ന് രാത്രി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രസ്താവിച്ചതുപോലെ ആത്മീയ പോരാട്ട അനുഭവങ്ങൾ എന്ന പുസ്തകത്തിന്റെ ചുരുക്കം 6-7 ബുക്കുകളേ ഉള്ളൂ. പിറകിൽ നിങ്ങൾക്കത് വാങ്ങാം. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഇന്ന് സമർപ്പണമുള്ള പ്രിയങ്ങളുണ്ടെങ്കിൽ അല്പസമയം കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക്